ഹായ് ഫ്രണ്ട്സ്, ദർശൻ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ലൈവ് സെഷനാണ്. വേവ് ഒപ്റ്റിക്സിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് വരുന്നത്. ആദ്യത്തെ ഒരു പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയറിലെ കുറേയധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ വീണ്ടും അത് പോയി കാണാം, അത് കണ്ടിട്ട് തിരിച്ചു വരിക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സെഷനിൽ കുറേ കാര്യങ്ങൾ അതുമായി ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസും റിലേറ്റ് ചെയ്ത് കുറേയധികം തിയറീസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വേവ് ഒപ്റ്റിക്സിൻ്റെ രണ്ടാമത്തെ സെഷനിലേക്ക് പോയാലോ? രണ്ടാമത്തെ സെഷനിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേയധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നമുക്ക് ആ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ എന്തും ചെയ്യാം, നമുക്കതിൻ്റെ തിയറി പാർട്ടും കൂടെ ഡിസ്കസ് ചെയ്തു. അത്യാവശ്യം ഒരുപാടൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു മണിക്കൂർ കൊണ്ട് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമുക്ക് കുറച്ചധികം തിയറികൾ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്തു പോകാം. നിങ്ങൾ എൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഏതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഓക്കെ, ഏതാണ് നോക്കിയേ. When a low-flying aircraft passes overhead, we sometimes notice a slight shaking of the picture on our screen suggest a possible explanation. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ എയർപോർട്ടിൻ്റെ ഒക്കെ അടുത്ത് വീടുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ഈ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലൈറ്റ് ഒരുപാട് താന്നാണ് പറക്കുന്നതെങ്കിൽ, എയർക്രാഫ്റ്റ് താന്നാണ് പറക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ചില സമയത്ത് TVയിലെ സിഗ്നലുകൾക്ക് എന്ത് സംഭവിക്കും? ചെറിയൊരു ഷെയ്ക്ക് ഉണ്ടാവുന്ന കാണാം, ശ്രദ്ധിച്ചറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും മക്കളെ അങ്ങനെ സംഭവിക്കാൻ കാരണം? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സംഭവം ഇത്രേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിളാടാ. ഞാൻ ഇവിടെ ഒരു പടം വരയ്ക്കുവാണേ, നോക്കിയോ. ഓക്കെ, ഇത് നമ്മുടെ TV ആണേ. ഞാൻ TV-യിൽ ഇത് പടമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു? മേളിൽ കൂടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫ്ലൈറ്റ് പറന്ന് പോവാ കേട്ടോ. ഫ്ലൈറ്റായിട്ട് തോന്നുന്നുണ്ടോ? ഇതൊരു പല്ലിയൊക്കെ പോലെ ഇരിക്കണം അല്ലേ? ഒരു ഫ്ലൈറ്റ് പറന്ന് പോവാണ്. ഓക്കെ, ഫ്ലൈറ്റിൽ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടേ. ഫ്ലൈറ്റ് പറന്നു പോകുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാനിത് ഇവിടെ ഇരുന്ന് ഞാൻ TV കാണുമായിരുന്നു. അപ്പോൾ TVക്കകത്ത് ഡാൻസ് ഒക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് സംഭവിച്ചത്. അപ്പോൾ എന്ത് ചെയ്തു? പെട്ടെന്ന് ഈ സിഗ്നലിൽ പെട്ടെന്ന് എന്തുണ്ടായി? ചെറിയൊരു അനക്കം എന്ന് വെച്ചാൽ അതിനകത്തെ പടങ്ങൾ കാണുന്നതിന് ചെറിയൊരു ഷെയ്ക്ക് ഉണ്ടായി. എന്തുകൊണ്ടാണ് അതുണ്ടായത്? ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു ഫിനോമിന ഉണ്ട്, ഓർക്കുന്നുണ്ടോ? ഇന്റർഫറൻസ് എന്ന് പറയുന്ന ഫിനോമിന ഓർക്കുന്നുണ്ടോ? വാട്ട് ഈസ് ഇന്റർഫറൻസ്? എന്താണ് ഇന്റർഫറൻസ് എന്ന് പറയുന്നത്? എന്താണ്? രണ്ട് കൊഹറന്റ് സോഴ്സുകൾ എടുക്കുന്നു. രണ്ട് കൊഹറന്റ് സോഴ്സസ് തമ്മിൽ എന്ത് ചെയ്യുന്നു? ഇന്റർഫിയർ ചെയ്താൽ. വാട്ട് ഈസ് കൊഹറന്റ് സോഴ്സ്? എല്ലാ ആംപ്ലിറ്റ്യൂഡും ഫേസ് ഡിഫറൻസും എല്ലാം സെയിം ആയിട്ടുള്ള രണ്ട് സോഴ്സുകളാണെങ്കിൽ, ഒരമ്മ പെറ്റ മക്കൾ നമ്മൾ പറഞ്ഞല്ലേ, അങ്ങനെയുള്ളവരെയാണ് എന്തെന്ന് വിളിക്കുക? കൊഹറന്റ് സോഴ്സ് എന്ന് വിളിക്കുക. ഈ കൊഹറന്റ് സോഴ്സുകൾ രണ്ടെണ്ണം തമ്മിൽ ഇന്റർഫിയർ ചെയ്താൽ അവിടെ എന്ത് കിട്ടും? ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടും. സൂപ്പർ ഇമ്പോസ് ചെയ്താൽ കിട്ടുന്ന പാറ്റേൺ ആണ് ഇന്റർഫറൻസ് പാറ്റേൺ. ഇന്റർഫറൻസ് പാറ്റേൺ എങ്ങനെയായിരിക്കും? നമ്മൾ പറഞ്ഞ ഡാർക്ക് ബാൻഡും ബ്രൈറ്റ് ബാൻഡും കൂടിയുള്ള കോമ്പിനേഷൻ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. നമ്മൾ പറഞ്ഞില്ല, ആൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്ക് ബാൻഡും ബ്രൈറ്റ് ബാൻഡും കിട്ടും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുമായി റിലേറ്റ് ചെയ്ത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്നൊക്കെ പറഞ്ഞൊരു എക്സ്പെരിമെന്റ് ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി അറിയാത്തവരുണ്ടെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് ക്ലാസ് പോയി കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതേ പരിപാടി തന്നെയാണ് ഇവിടെ നടക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്ലൈറ്റ് കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ഇത് ഈ TVക്ക് നമുക്കറിയാം ഇവിടെ ഒരു ആന്റിന ഉണ്ടല്ലോ. ഇതിപ്പോൾ ആന്റിന അല്ല, ആളെപ്പോലെ ഇരിക്കണം അല്ലേ, ഒരു ആന്റിന ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഈ ആന്റിനയിൽ നിന്നും സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നൽ ആയിരിക്കും വരാം TV-യിലേക്ക്, ശരിയല്ലേ? ഈ സംഭവിക്കുന്നത് എങ്ങനെ? ഈ സിഗ്നൽ എവിടെ നിന്നാണ് വരിക? നമുക്കറിയാം സാറ്റലൈറ്റിൽ നിന്നൊക്കെയാണെന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അതിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറി ഞാൻ പോകുന്നില്ല. അപ്പം നോക്കിയേ, ഈ ഫ്ലൈറ്റ് എന്ത് ചെയ്യുന്നറിയോ? ഈ ഫ്ലൈറ്റിലേക്കും കുറച്ച് സിഗ്നലുകൾ വന്ന് എന്ത് ചെയ്യും? തട്ടും. ഈ കടന്നു പോകുന്ന സിഗ്നലുകൾ തട്ടും. ആ തട്ടിയ സിഗ്നൽസിനെ ഈ ഫ്ലൈറ്റ് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും. റിഫ്ലക്റ്റ് ചെയ്യിക്കുന്ന ആ സിഗ്നൽ എന്താണ്? അത് വീക്ക് സിഗ്നലാണ്. പിടികിട്ടിയ വീക്ക് ആയിട്ടുള്ള സിഗ്നലാണ്. ആന്റിനയിൽ നിന്ന് പോകുന്ന എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നലാണ്. പിടികിട്ടിയോ? ആന്റിനയിൽ നിന്ന് പോകുന്നത് സ്ട്രോങ്ങും, ഇനി ഫ്ലൈറ്റിൽ നിന്ന് പോകുന്നത് എന്താണ്? വീക്കുമാണ്. പക്ഷേ ഇത് രണ്ടും എന്താണ് സംഭവം? ഇത് രണ്ടും കടന്നു വരുന്ന ഒരേ സിഗ്നലിന്റെ തന്നെ ആൾക്കാരാണ്. ഈ കടന്നു വരുന്ന സമയത്ത് ഈ ഫ്ലൈറ്റിൽ തട്ടിയിട്ട് ഈ വരുന്ന സിഗ്നൽ റിഫ്ലക്ട് ചെയ്യുന്നതാണ് ഈ വീക്ക് സിഗ്നൽ എന്ന് പറയുന്നത്. ഇനി ആന്റിന തട്ടി ആ വരുന്നതാണ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നൽ. അപ്പോൾ ഒരേ ആൾക്കാർ തന്നെ, ഒരാളുടെ വീക്കർ പാർട്ടും ഒരാളുടെ സ്ട്രോങ്ങർ പാർട്ടും ഒരേ വേവ് തന്നെയാണല്ലോ, ഒരേ ഫ്രീക്വൻസി, ഒരേ വേവ് ലെങ്തും എല്ലാം നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ കൂട്ടുമുട്ടുമ്പോൾ അവിടെ എന്ത് നടക്കും? ഇന്റർഫറൻസ് പാറ്റേൺ നടക്കും. ഇന്റർഫറൻസ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം എന്താണ്? ചെറിയൊരു ഡിസ്റ്റോർഷൻ അവിടെ സംഭവിക്കും. അതായത് കടന്നു വന്നുകൊണ്ടിരുന്ന സിഗ്നലിന് ചെറിയൊരു മാറ്റം. കാരണം എന്തുണ്ട്? ഇവർ രണ്ടുകൂടെ അറിയാതെ അങ്ങ് കൂടിച്ചേർന്ന് പോയി. കാരണം എന്താ? ഫ്ലൈറ്റ് കടന്നു പോയപ്പോൾ ഫ്ലൈറ്റ് കടത്തി വിട്ടു ആ ലൈറ്റിനെ തട്ടി റിഫ്ലക്ട് ചെയ്യിപ്പിച്ചു. അപ്പൊ റിഫ്ലക്ട് ചെയ്ത് വരുന്ന ആ വീക്ക് ആയിട്ടുള്ള സിഗ്നലും ആന്റിനയിൽ നിന്ന് ചെല്ലുന്ന സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നലും കൂടെ അങ്ങ് കൂടിച്ചേർന്നു, ഒരിടത്ത് വെച്ച് കൂട്ടിമുട്ടി. അതിനകത്ത് എന്താ? സൂപ്പർ ഇമ്പോസ് ചെയ്തു. അപ്പൊ അവിടെ എന്തുണ്ടായി? ഇന്റർഫറൻസ് ഉണ്ടായി. അപ്പൊ എന്താണ് റീസൺ? വാട്ട് ഈസ് ദ റീസൺ? റീസൺ ഈസ് ഇന്റർഫറൻസ്. സെറ്റ് ആണോടാ? ഓക്കെ ആണോ? ഈ ക്വസ്റ്റിന്റെ ആൻസർ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ. അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇന്റർഫറൻസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് വേണ്ടി തന്നേ ഉള്ളൂ കേട്ടോ. സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അപ്പൊ ഇനി അടുത്ത സെഷനിലേക്ക് പോയാലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ തൊട്ട് തുടങ്ങാം. നോക്കിയേ, എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ദ ഷേപ്പ് ഓഫ് ദ വേവ് ഫ്രണ്ട് ഓഫ് ലൈറ്റ് എമർജിംഗ് ഔട്ട് ഓഫ് എ കോൺവെക്സ് ലെൻസ്
when a point source is placed at its focus. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഓക്കെ, ആ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പോയിന്റ് സോഴ്സ് വെക്കുന്നു. അപ്പൊ ഈ പോയിന്റ് സോഴ്സിൽ നിന്നും കടന്നു വരുന്ന വേവ് എന്ത് ചെയ്യും? ഈ കോൺവെക്സ് ലെൻസിൽ കൂടി പാസ് ചെയ്ത് പോകുമ്പോൾ ഇതിൽ പാസ് ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്ന വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് എന്താണ് എന്നാണ് ചോദ്യം. എന്താണ് ഈ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് കോൺവെക്സ് മിറർ? മിറർ എന്താ? ഒരു സൈഡ് ഒപ്പേക്ക് ആക്കി വെച്ചിരിക്കുന്നതിനാണെന്ന് പറയും, ഒരു സൈഡ് ട്രാൻസ്പെറന്റ് ആയിരിക്കും, ഒരു സൈഡ് എന്തായിരിക്കും? ഒപ്പേക്ക് ആയിരിക്കും. ഇതെല്ലാം മിറർ എന്ന് പറയുന്നത്. അപ്പൊ അതായത് കോൺകേവും കോൺവെക്സും ഉണ്ട്. നമുക്ക് എന്താ കോൺകേവ്? കേവ് എന്താ? കോൺകേവ് എന്ന് പറഞ്ഞാൽ ഗുഹ. കേവ് എന്ന് പറഞ്ഞാൽ ഗുഹ, ശരിയല്ലേ? അകം കുഴിഞ്ഞിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? കോൺകേവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇത് കോൺകേവ്, ഇത് കോൺവെക്സ്. ഇനി ലെൻസ് വരുമ്പോ എന്താ സംഭവിക്കുക? ഈ ഒപ്പേക്ക് പരിപാടി ഇല്ല, പകരം എന്ത് ചെയ്യും? രണ്ട് സൈഡിലോട്ടും എന്ത് ചെയ്യും? ഉന്തി നിൽക്കും. അതാണ് കോൺവെക്സ് എന്ന് പറഞ്ഞത്. കോൺകേവ് എന്ന് പറഞ്ഞാലോ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞു നിൽക്കും. ഓക്കെ, ഞാൻ വരയ്ക്കുന്നതിന്റെ ഒരു പ്രത്യേകത ഉള്ളൂ, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. അത് നമ്മൾ റേ ഓപ്റ്റിക്സ് ഒക്കെ പഠിക്കുന്നതാണ്. റേ ഓപ്റ്റിക്സ് കഴിഞ്ഞിട്ടാണ് വേവ് ഓപ്റ്റിക്സിലേക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇനി നോക്കിയേ, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മുടെ കയ്യില് ഇതുണ്ടോ, ഇതുപോലെ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഇത് കോൺവെക്സ് ലെൻസ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടോടെ? ഒരു വൃത്തികേടല്ല, ഞാൻ വരച്ചപ്പോ നമുക്ക് വൃത്തിയാക്കാം. ഓക്കെ, ഇതേ നോക്കിയോ, ഈ പെണ്ണ് തെന്നിപ്പോകുന്നോണ്ടേ എനിക്കത് സെറ്റായിട്ട് വരുന്നില്ല, അതാ പ്രശ്നം. വോട്ടെവർ, ഞാൻ ഈ എന്തോ നല്ലൊരു രണ്ടും കൽപ്പിച്ച് വരയ്ക്കാം കേട്ടോ. ശരിയായാലും തെറ്റായാലുവേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണേ. ഇത് ഇച്ചിരി വൃത്തിയായി. ഓക്കെ, ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഈ കോൺവെക്സ് ലെൻസിന്റെ ഒരു ഫോക്കസ് പോയിന്റ് ഉണ്ട്. സപ്പോസ് ഇതാണ് അതിന്റെ ഫോക്കസ് പോയിന്റ് എന്ന് വെച്ചോ. ഈ ഫോക്കസ് പോയിന്റിൽ എന്ത് ചെയ്തു? ഞാനൊരു സോഴ്സ് കൊണ്ട് വെച്ചു. അപ്പൊ ഈ സോഴ്സ് കൊണ്ട് വെച്ചിട്ട് ഈ സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റിനെ എന്ത് ചെയ്തു മക്കളെ? എന്ത് ചെയ്തടാ? ഞാനിത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കടത്തി വിട്ടു. ഇതുണ്ടോ, ഞാൻ ഇങ്ങനെ കടത്തി വിട്ടു, ഇങ്ങോട്ടേക്ക് കടത്തി വിട്ടു. അപ്പൊ ഇത് കോൺവെക്സ് ലെൻസിനകത്തൂടെ എന്ത് ചെയ്യുക? കടന്നു പോവാ. കോൺവെക്സ് ലെൻസിനകത്തൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് അറിയാവോ? ഇങ്ങനെ ആയിരിക്കും. ഒരു പ്ലാനാർ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഓപ്ഷൻ ടി ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. പ്ലാനാർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കിട്ടുന്ന വേവ് ഫ്രണ്ട് ഇത് ഇങ്ങനെ ആയിരിക്കും. പ്ലാനാർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ പ്ലെയിൻ ആയിരിക്കും. ഇത് ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ മക്കളെ? പിടി കിട്ടിയ? അപ്പൊ കോൺവെക്സ് ലെൻസിൽ കൂടി കടന്നു പോയാൽ നമുക്ക് കിട്ടുന്ന വേവ് ഫ്രണ്ട് എപ്പോ വെക്കണം? കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസിൽ ആണ് നമ്മൾ ഒരു പോയിന്റ് സോഴ്സ് വെക്കുന്നതെങ്കിൽ ആ പോയിന്റ് സോഴ്സ് നമുക്ക് തരുന്ന വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺവെക്സ് ലെൻസിൽ കൂടി കടത്തി വിട്ട് കഴിഞ്ഞാൽ ഒരു പ്ലാനാർ വേവ് ഫ്രണ്ട് ആയിരിക്കും. കിട്ടിയോടാ? സെറ്റാണോ? ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ ടെക്സ്റ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വന്നിട്ട്. ഒപ്റ്റിക്സ് എന്താ? ഇറ്റ്സ് എ സ്റ്റഡി റിലേറ്റഡ് ടു ലൈറ്റ് ഇൻ ഫിസിക്സ്. ഓക്കെ, ഫിസിക്സിൽ ലൈറ്റുമായി ബന്ധപ്പെട്ട സ്റ്റഡിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്സ് എന്ന് പറയാം. അപ്പൊ ഈ ഒപ്റ്റിക്സിലെ ഉപകരണങ്ങൾ അല്ലെ, അതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാ. ഞാൻ ജസ്റ്റ് ഒരു ഫ്ലോയ്ക്ക് വേണ്ടി അങ്ങ് പറഞ്ഞു പോയെന്നുള്ളൂ. ഓക്കെ, അതൊക്കെ ഈ ഒപ്റ്റിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഉപകരണങ്ങളുണ്ട്. ഈ ഉപകരണങ്ങളിൽ കൂടെ അല്ല, ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി വലുതല്ല. നമ്മൾ പറയുന്ന പോലെ കോൺവെക്സ് മിറർ, ലെൻസ്, പ്രിസം, പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് ലാബ്, ഇത് കൂടെ ഒക്കെ ലൈറ്റ് കടന്നു പോകുമല്ലോ, ശരിയല്ലേ? അപ്പൊ ഇത് കടന്നു പോകുമ്പോൾ ആ വേവ് ഫ്രണ്ടിന്റെ ഏത് ഷേപ്പാണ് നമുക്ക് കിട്ടുന്നതെന്നും കൂടി നമ്മൾ പഠിക്കണം. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റിലും അത് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട് കുറെ തവണ. അപ്പൊ നമുക്ക് നോക്കിയാലോ? ഓക്കെ, ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിച്ചോ. ക്ലിയർ? നോക്കിയോ, ഷേപ്പ് ഓഫ് വേവ് ഫ്രണ്ട്സ്. ഏതൊക്കെ ഷേപ്പിന് അല്ലെങ്കിൽ ഏതിനകത്തൂടെ കടന്നു പോകുമ്പോൾ ഏതൊക്കെ ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. ഒന്നാമത് തന്നിരിക്കുന്നത്, ഒന്നാമത്തേത് ഏതാ? പോയിന്റ് സോഴ്സ് ആണ് തന്നിരിക്കുന്നത്. എന്താണ് പോയിന്റ് സോഴ്സ്? ഞാൻ റെഡ് എടുത്തു കേട്ടോ, കാരണം ഇത് വൈറ്റ് അല്ലേ ഇവിടുത്തെ പടം. അപ്പൊ നിങ്ങൾക്ക് അതിൽ വരയ്ക്ക് മനസ്സിലാവല്ലോ. എന്താ പോയിന്റ് സോഴ്സ്? ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? വെള്ളത്തിലൊരു കല്ലെടുത്തിട്ടു. വെള്ളത്തിലൊരു കല്ലെടുത്തിടുമ്പോ അതിന് ചുറ്റും എന്തുണ്ടാവുന്നു? ഓളങ്ങൾ ഉണ്ടാവുന്നു. അത് വേവ്സ് ആണെന്നല്ലേ നമ്മൾ പറഞ്ഞു, ശരിയല്ലേ? ആ സെന്ററിൽ ആ കല്ല് എടുത്തിട്ടല്ലോ, ശരിയല്ലേ? അപ്പൊ ആ കല്ലുണ്ട്, അതൊരു പോയിന്റ് സോഴ്സാ. ആ സോഴ്സിന്റെ എഫക്റ്റ് കൊണ്ടാണ് അതിന് ചുറ്റും എന്തുണ്ടായിരിക്കുന്നത്? വേവ്സ് ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ സെന്ററിൽ എന്തുണ്ടായി? ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി. സെന്ററിൽ ഒരു പോയിന്റ് സോഴ്സ് അല്ലേ നമ്മൾ കൊടുത്തേ? അങ്ങനെയുള്ള സോഴ്സുകളെയാണ് നമ്മൾ വിളിക്കുക പോയിന്റ് സോഴ്സ് എന്ന് വിളിക്കുക. സിമ്പിൾ. അപ്പൊ അതിന് ചുറ്റും വട്ടത്തിലല്ലേ, സർക്കുലർ ആയിട്ടല്ലേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയേ? സർക്കുലർ ആയിട്ടല്ലേ വേവ് ഫ്രണ്ട് കിട്ടിയാണോ? അപ്പൊ നോക്കിയേ, ഒരു പോയിന്റ് സോഴ്സിനാണെങ്കിൽ ആ സോഴ്സിൽ നിന്നും എമേർജ് ചെയ്യുന്ന വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും കുഞ്ഞുങ്ങളെ? എങ്ങനെയായിരിക്കും? സർക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ സ്ഫെറിക്കൽ ആയിരിക്കും. സിമ്പിൾ. പിടി കിട്ടിയോ? അല്ലെ, നമ്മൾ കല്ലെടുത്തിരുമ്പോ വെള്ളം ഇങ്ങനെ പോലെ റൗണ്ടിലല്ലേ ഓളമായിട്ട് പോകുന്നേ. സെറ്റ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കിയേ, ലീനിയർ ഓർ ലൈൻ സോഴ്സ്. ഇതെന്താണെന്നറിയോടാ? ഇത് ഭയങ്കര സിമ്പിൾ ആയൊരു സാധനം. നമ്മൾ ഓർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ദൈവം ഇതെന്ത് പടമാണ്. സിമ്പിൾ. നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ ട്യൂബ് ലൈറ്റ് ഇല്ലേ, സെയിം സാധനം. ട്യൂബ് ലൈറ്റ് ഇല്ലേടാ എല്ലാവരുടെയും വീട്ടിൽ? അപ്പൊ നോക്കിയേ, ഇതെന്നെ സംഭവിക്കുന്നത്? നമ്മുടെ സാധാ ഇത് നീണ്ടിരിക്കുന്നത് നമ്മുടെ ട്യൂബ് ആട്ടോ. ഈ ട്യൂബിൽ ഫുള്ള് ലൈറ്റ് അല്ലേ, ഇങ്ങനെ എല്ലാ സൈഡിൽ നിന്ന് ലൈറ്റ് വന്നോണ്ടിരിക്കല്ലേ?
ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് എന്റെ കൈ വെച്ചേക്കുന്നത് ഇങ്ങനെ സിലിണ്ടറിന്റെ ഷേപ്പ് പോലെ ഇത്രയും ഭാഗത്തോ അതിന്റെ ലൈറ്റിന്റെ എഫക്റ്റ് ഇല്ലേ, ഇങ്ങനെ ലൈറ്റ് ഇവിടെ ചുറ്റും 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 ഇവിടെ തൊട്ട് ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെ എന്താ നീണ്ട രീതിയിൽ നമുക്കിന് റൗണ്ട് അപ്പ് ആയിട്ട് എന്ത് ചെയ്തേക്കുവാ, സിലിണ്ടറിക്കൽ ഷേപ്പിൽ എന്ത് ചെയ്തേക്കുവാ, അതിന്റെ വേവ് ഫ്രണ്ട് അല്ലേ കിട്ടുന്നേ, ആണോ? നീണ്ടിരിക്കുന്ന ഒരെണ്ണം, ഈ നീണ്ടിരിക്കുന്നതിന് ചുറ്റും ഇതേ ഇത്രയും ഭാഗത്തും ഇത് എന്താ കിട്ടിയേക്കും നമുക്ക്, ആ വേവ് ഫ്രണ്ട് അല്ലേ, അല്ലെ? അതൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് അല്ലേ, അല്ലെ? നീണ്ടിരിക്കുന്നതിന് ചുറ്റും സിലിണ്ടറിക്കൽ ഷേപ്പ് അല്ലേ? അത് തന്നെയാണ് ലീനിയർ കൊടുക്കുമ്പോ. അതായത് ലീനിയർ ആണ് സോഴ്സ് എങ്കിൽ, നമ്മുടെ ട്യൂബ് പോലെ സോഴ്സ് നീണ്ടിരിക്കുന്ന സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ള ആളാണെങ്കിൽ അവിടെ കിട്ടുന്ന വേവ് ഫ്രണ്ടിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും കുഞ്ഞുങ്ങളെ? സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. അതുപോലെ എത്ര ഉള്ളൂ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, ഇനി നോക്കിയേ. അപ്പൊ ഇത് രണ്ടും നമ്മൾ പഠിച്ചു. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ചെണ്ണങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി പഠിക്കേണ്ട. പഴയത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ അത്രയും കമ്പയർ ചെയ്ത് പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് നമുക്കത് അതിന്റെ ഏതൊക്കെ ഷേപ്പാണ് വരുന്നതെന്ന് മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, നോക്കിയേ. സോഴ്സ് അറ്റ് ഇൻഫിനിറ്റി. അപ്പൊ നോക്കിയേ, അടുത്തത് നമുക്ക് നോക്കാം. സോഴ്സ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു സോഴ്സ്, ഒരു ലൈറ്റ് കടന്നു വരുന്നു. അപ്പൊ നമ്മൾ അതിനെ കാണുന്നത് എങ്ങനെയായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതായത് ഞാൻ അതിനെ വരച്ച് കാണിക്കാം. ഇൻഫിനിറ്റി ഒന്നും വരയ്ക്കാൻ പറ്റില്ല, എന്നാലും ജസ്റ്റ് ഇതൊരു പ്ലെയിനാന്ന് വെച്ചോ. ഈ പ്ലെയിനിൽ കൂടെ ലൈറ്റ് കടന്നു പോവുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇങ്ങനെയായിരിക്കും. ഞാൻ വരച്ചതിന്റെ ഒരു വളവുണ്ട് ഒരു സൈഡിലെ, പക്ഷെ അതങ്ങനെയല്ല, നേരെ സ്ട്രൈറ്റ് ആയിട്ട്. ഓക്കെ, എന്തായിരിക്കും? സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും വരാം. ഇതുണ്ടോ, സോഴ്സ് അറ്റ് ഇൻഫിനിറ്റി. സോഴ്സ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ലൈറ്റ് എങ്ങനെയായിരിക്കും? സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും, പാരലൽ റേ ആയിരിക്കും. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയേ, അങ്ങ് ഇൻഫിനിറ്റിയിൽ നിന്ന് ഏതേലും ഒരു ഷേപ്പിലായിക്കോട്ടെ ഒരു ലൈറ്റ് കടന്നു വരിക. ആ കടന്നു വരുന്ന ലൈറ്റ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കൊള്ളാം, ഇത് സ്പെറിക്കലാ, കൊള്ളാം, ഇത് സിലിണ്ടറിക്കലാ, അങ്ങനെ ഉണ്ടോ? ഇല്ല. അങ്ങ് അകലേന്ന് വന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ അങ്ങ് ദൂരെ നിന്ന് ഒരു സ്ട്രേറ്റ് ലൈൻ വരുന്നതായിട്ടല്ലേ കാണുന്നുള്ളൂ. അങ്ങ് ദൂരെ നിന്ന് ലൈനായിട്ട് ഒരു സോഴ്സ് വരുന്നു, ഒരു പാരലൽ റേ ആയിട്ട് ഒരു സോഴ്സ് വരുന്നു. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. ശരിയല്ലേ? അപ്പൊ ഇൻഫിനിറ്റിയിൽ നിന്നാണ് ഒരു സോഴ്സ് വരുന്നതെങ്കിൽ ആ കടന്നു വരുന്ന സോഴ്സ് എങ്ങനെയായിരിക്കും? നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ അത് എന്ത് റേ ആയിരിക്കും? പാരലൽ റേ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, ഇതാണ് നമ്മൾ പറഞ്ഞേ നമ്മളെ സ്ക്രീൻ എന്ന് പറഞ്ഞു. ഞാനിതിന് ഇങ്ങനെ അങ്ങ് വരയ്ക്കാം കേട്ടോ. ഈ പെന്നിൽ വരയ്ക്കുമ്പോഴേ ഇതിങ്ങനെ വളഞ്ഞു പോകും, ആ കാര്യമൊക്കെ കണ്ട. ഓക്കെ, അപ്പൊ നോക്കിയാ മക്കളെ, ഇത് കണ്ടോ, നമ്മുടെ സോഴ്സ് കടന്നു വരുവാന്നേ. അപ്പൊ ഞാൻ ഇതിനെ ഇങ്ങനെ ഭാവിക്കുവാണെങ്കിൽ, അതായത് ഇതാണല്ലോ നമ്മുടെ സ്ക്രീൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, കടന്നു വരുന്ന റേ നമ്മുടെ പ്ലെയിനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? നിങ്ങൾ ഇതിലൊന്ന് നോക്കിയേ, എത്രയാ? പെർപെൻഡിക്കുലർ അല്ലേ, 90 ഡിഗ്രി അല്ലേ, അല്ലെ? അപ്പൊ ഇൻഫിനിറ്റിയിൽ നിന്നും കടന്നു വരുന്ന ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ ആ കടന്നു വരുന്ന റേ എങ്ങനെയായിരിക്കും? ആ പ്ലെയിനുമായിട്ട് എപ്പോഴും എങ്ങനെയായിരിക്കും? 90 ഡിഗ്രിയിലായിരിക്കും, പെർപെൻഡിക്കുലറിലായിരിക്കും. ഇതാണ് പ്ലെയിനെങ്കിൽ ലൈറ്റ് ഇങ്ങനെ ആയിരിക്കും കടന്നു പോവുക. പിടി കിട്ടിയോ? അപ്പൊ ആദ്യത്തെ മനസ്സിലായോ? സോഴ്സ് അറ്റ് ഇൻഫിനിറ്റി. സെറ്റ് ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? സെറ്റ്? നോക്കിയോ, അടുത്തത്. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേയധികം ഷേപ്പുകൾ നമുക്ക് അതിൽ കൂടി കടന്നു പോയാൽ ഏത് ഷേപ്പിലുള്ള പ്ലെയിൻ വേവ് ആയിരിക്കും നമുക്ക് കിട്ടുക എന്ന് നോക്കാം. അതായത് ആദ്യം ഒരു പ്ലെയിൻ വേവ് കടന്നു പോകും, അപ്പൊ നമുക്കൊരു പ്രത്യേക ഏതെങ്കിലും ഒരു ഷേപ്പിൽ ഒരു വേവ് ഫ്രണ്ട് കിട്ടും. ഏതൊക്കെയാന്ന് നോക്കാം. ഓക്കെ, ഇനി നോക്കി ആദ്യം തന്നെ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ അതിനു വേണ്ടി ഓർക്കണം. രണ്ട് രീതിയിൽ ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിനകത്തൂടെ കടന്നു പോയാൽ ലൈറ്റിന് സംഭവിക്കാം. രണ്ടല്ല, കുറെ സംഭവിക്കാം. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിഫ്രാക്ഷൻ ഒക്കെ ഉണ്ട്. നമ്മളിവിടെ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയാലോ, എന്താണ് റിഫ്ലക്ഷൻ? സപ്പോസ് ഇത് എയർ, ഇതെന്താണ്? ഇത് വാട്ടർ. ഓക്കെ, പിന്നെ ലൈറ്റ് ഒരു മീഡിയത്തിൽ തന്നെ വന്നിട്ട് അതേ മീഡിയത്തിൽ തന്നെ തിരിച്ചു പോകുന്നു. അതായത് വെള്ളത്തിലേക്ക് വരാതെ പ്രകാശം എയറിൽ തന്നെ തട്ടി തിരിച്ചു പോയി. വന്ന അതേ എമൗണ്ട് ഓഫ് ലൈറ്റ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതേ മീഡിയത്തിൽ തന്നെ തിരിച്ചു പോകുന്നു. ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് എന്നൊക്കെ നമ്മൾ പറയും. ഇത് നമ്മൾ വിളിക്കും റിഫ്ലക്ഷൻ എന്ന് വിളിക്കും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇനി എന്താണ് റിഫ്രാക്ഷൻ? ഇതേ പരിപാടി തന്നെ, പക്ഷെ ചെറിയൊരു വ്യത്യാസം. നോർമൽ ആട്ടോ, ഞാൻ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരച്ചെന്നേ ഉള്ളേ. ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഒന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ഇത് എയർ ആണ്, സപ്പോസ് ഇത് വാട്ടർ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ലൈറ്റ് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകേണ്ടവനാ, ശരിയല്ലേ? പക്ഷെ ഇവിടെ വരുമ്പോൾ എന്ത് പറ്റും? ഈ പോയിന്റിൽ എത്തുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യും? ഈ പോയിന്റിൽ എത്തുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യും, സ്ട്രൈറ്റ് ആയിട്ട് പോവില്ല. അതായത് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ ആ പ്രകാശത്തിന്റെ പാതയ്ക്ക് ഒരു വ്യതിയാനം സംഭവിച്ചാൽ, ആ പാത്തിന് ഒരു ചേഞ്ച് സംഭവിച്ചാൽ നമുക്ക് പറയാം അവിടെ എന്ത് നടന്നു? റിഫ്രാക്ഷൻ നടന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ശരിയല്ലേ? റിഫ്രാക്ഷൻ നടന്നു. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ആംഗിൾ ഒക്കെ വെച്ച് നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എങ്ങനെ ആൾക്കുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ 8ലും 9ലും തൊട്ട് പഠിക്കുന്ന കാര്യം. നിങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ വേവ് ഫ്രണ്ട്, അതായത് ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിൽ കൂടെ ലൈറ്റ് കടന്നു പോയാൽ ഒന്നേ റിഫ്ലക്ഷൻ സംഭവിക്കും, ഇല്ല റിഫ്രാക്ഷൻ സംഭവിക്കുക. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ആളാണ് നമ്മുടെ സ്വന്തം
കോൺകേവ് മിറർ. എന്താണ് നമ്മുടെ കോൺകേവ് മിറർ? കേവ്, ഗുഹ. ഞാൻ പറഞ്ഞു ഒന്നൊക്കെ കോൺകേവ് മിററിന് പ്രത്യേകത എന്താ? എന്താ കുഞ്ഞുങ്ങളെ? ഒരു സൈഡ് എങ്ങനെയായിരിക്കും? ഒപ്പേക്ക് ആയിരിക്കും. ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് കടത്തി വിടില്ല. ശരിയല്ലേ? ലൈറ്റ് എന്ത് ചെയ്യില്ല? കടത്തി വിടില്ല. പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഈ റേ കടന്നു വരുന്ന സംഭവം നിങ്ങൾ പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക? എന്റെ കൂടെ ഇത് വരച്ചു പോണം. ഇവിടെ നോക്കിയേ, ഇത് റേ, ഇതുണ്ടോ? ഇത് റേ കടന്നു വന്നില്ലേ? നമുക്കറിയാം, നിങ്ങൾ പഠിക്കുന്നതാണ് ഓപ്റ്റിക്സിനകത്ത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നതാണ്. അത് ഇങ്ങനെ വരും. അതായത് ഇതിനകത്ത് എന്താ, ഇതാണ് ശരിക്കും നമ്മൾ എന്ന് പറയുന്നത് ഇത് വേവ് ഫ്രണ്ട് വരുന്നേ അല്ല, ഇങ്ങനെയല്ലേ വേവ് ഫ്രണ്ട് വരുന്നേ? ആണോ? നോക്കിയേ, ഇതല്ലേ നമ്മുടെ ലോക്കസ് പോയിന്റ് എന്ന് പറയുന്നേ? ആണോ? അല്ലെ? അപ്പൊ നോക്കിയേ, ഇത് എന്ത് തരം ലെൻസാ? ഓക്കെ, പറയാം. അതിന് മുന്നേ നോക്കിയേ, ഈ ലൈറ്റ് കടന്നു വന്നു. അതെ, എന്ത് തരം ലെൻസാ? ഇതൊരു മിറർ അല്ലേ? എന്ത് തരം മിററാ? കോൺകേവ് മിറർ. എന്ത് തരം മിററാ? പഠിച്ചിട്ടുണ്ട്, പറഞ്ഞേ. എന്ത് തരം മിററാ? ഇതൊരു കൺവേർജിങ് മിറർ ആണ്. നമുക്ക് കിട്ടിയത് എന്താ? ഇത് നോക്കിയ പ്ലെയിൻ വേവ്. പിടികിട്ടിയോ? അപ്പൊ ഇങ്ങനെയാണ് വരയ്ക്കുക കോൺകേവ് മിററിന്റെ കേസ്. അപ്പൊ കോൺകേവ് മിറർ എന്ത് മിററാ? കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കടന്നു വരുന്ന എല്ലാ പ്രകാശത്തെയും കൂടെ ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും, പോയിന്റ് ഔട്ട് ചെയ്യും. അല്ലേ? നമ്മൾ പഠിച്ച ഒപ്റ്റിക്സിനകത്ത് ഇതേ സാധനം പഠിച്ച. ഇനി അടുത്ത ആളാണ് തന്നിട്ടുണ്ട് കോൺവെക്സ് ലെൻസ്. ഈ കോൺകേവ് മിററിലൂടെ കോൺവെക്സ് ലെൻസ് തരാൻ കാരണം എന്താ? ഇത് രണ്ടും ഒരുപോലെ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞേ കുഞ്ഞുങ്ങളെ, എന്താണ് കോൺവെക്സ് ലെൻസ്? എന്താണ് ഇത്? ലെൻസ് ഞാൻ വരയ്ക്കാൻ പോവാന്നേ. ഇനി ലെൻസ് വരയ്ക്കുമ്പോൾ തെറ്റിപ്പോകും. നിങ്ങൾ ഒപ്റ്റിക്സിൽ പഠിച്ചത് ലൈറ്റ് കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഓക്കെ, ഇതാണ് കോൺവെക്സ് ലെൻസ്. ഇങ്ക് കളർ മാറ്റി കൊടുക്കാം. നാളെ നമ്മുടെ വേവ് ഫ്രണ്ട് വരാ അല്ലെ? ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുമ്പോ നമുക്കറിയാം ഇത് എന്ത് ചെയ്യും? ഇതും എന്ത് തന്നെയാ? പഠിച്ചല്ലേ? ഒരു പോയിന്റ്. ഇതും എന്ത് തന്നെയാ? അതായത് ഇതും എന്താ? ഒരു പ്ലെയിൻ വേവ് ആണ് കടന്നു വരുന്നത്. ശരിയല്ലേ? അല്ലെ? ഇതും എന്ത് ലെൻസ് തന്നെയാ? ഇതെന്ത് ലെൻസാ? കൺവേർജിങ് ലെൻസ് ആണ്. പിടികിട്ടിയോ? പിന്നെ കോൺവെക്സ് ലെൻസ് എന്താണ്? കൺവേർജിങ് ലെൻസ് ആണ്. പിടികിട്ടിയോ? ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇത് കണ്ടിട്ട്, ഈ ലെൻസ് കണ്ടിട്ടല്ലേ അത് കോൺവെക്സ് ലെൻസ് ആട്ടോ. ഞാൻ വരച്ചതിന്റെ ഒരു വൃത്തിയോടെ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, അടുത്തത് നമ്മൾ വരയ്ക്കാൻ പോവാണ് കോൺകേവ് ലെൻസ്. എന്താണ് കോൺകേവ് ലെൻസ്? ലെൻസ് ആണേ, മെലിഞ്ഞു തൊലിഞ്ഞിരിക്കുന്നു അല്ലെ? മെലിഞ്ഞിരിക്കുന്നു ഭയങ്കരമായിട്ട്. ഞാൻ വരച്ചതിന്റെ വൃത്തികേടായിരിക്കും. ഓക്കെ, നോക്കാം. നോക്കിയേ, ഇതൊരു കോൺകേവ് ലെൻസ് ആണ്. ഓക്കെ, അപ്പൊ കോൺകേവ് ലെൻസിലേക്ക്, കോൺകേവ് ലെൻസ് എന്ത് ലെൻസാ? എന്ത് ലെൻസാ? കോൺവെക്സ് ലെൻസ് കൺവേർജിങ് ആണ്. അപ്പൊ കോൺകേവ് ലെൻസ് എന്തായിരിക്കും? ഡൈവേർജിങ് ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അപ്പൊ നോക്കിയേ, നോക്കിയടാ, കൂടെ വരച്ചു പോണേ. ലൈറ്റ് സോഴ്സ് കടന്നു പോന്നു അല്ലേ? ഇനി എന്ത് ചെയ്യും? ഇതിങ്ങനെ കടന്നു പോന്നു. അതുപോലെ തന്നെ ഇതെന്ത് ചെയ്യും? ഇങ്ങനെ കടന്നു പോകും. നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇനി ഇതെന്താ? അതായത് ഈ പോയിന്റിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ ചാപ്റ്ററിൽ, അതായത് ഒപ്റ്റിക്സിന്റെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതായത് കടന്നു വരുന്ന ഏതാ? ഇതാണ് വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇതല്ലേ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നേ? ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? ഇങ്ങനെ ഒരു വേവ് ഫ്രണ്ട് കിട്ടും. പിടികിട്ടിയോ? അപ്പൊ ഇത് എന്ത് ലെൻസാ? അതായത് കോൺവെക്സ് ലെൻസ് കൺവേർജിങ് ആണെങ്കിൽ കോൺകേവ് ലെൻസ് എന്തായിരിക്കും? എന്തായിരിക്കും കുഞ്ഞുങ്ങളെ? ഡൈവേർജിങ് ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തത്, അങ്ങനെയാണെങ്കിൽ കോൺകേവ് ലെൻസ് പറഞ്ഞു. അപ്പൊ കോൺകേവ് ലെൻസിനോട് ഈക്വൽ ആയ മിറർ ഏതായിരിക്കും? നമ്മൾ പഠിച്ചു. എന്താ? കോൺവെക്സ് മിറർ അല്ലേ? അതെന്താ? ഡൈവേർജിങ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? മിററിനെ വരയ്ക്കുമ്പോ വൈറ്റ് ഇട്ട് വരയ്ക്കാം അല്ലേ? ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതിയേ. നിങ്ങൾ ഒപ്റ്റിക്സിൽ പഠിക്കണതായത്, എന്നാലും ചാപ്റ്റർ പറഞ്ഞേക്കുന്നോണ്ട് പറഞ്ഞ. ഓക്കെ, കോൺവെക്സ് മിറർ ഒരു സൈഡ് എന്തായിരിക്കും? ഒപ്പേക്ക് ആയിരിക്കില്ലേടാ? ഒരു സൈഡ് ഒപ്പേക്ക് അല്ലേ? അപ്പൊ നോക്കി, ഒരു സൈഡ് ഒപ്പേക്ക് ആണ്. ഇനി എന്ത് വരും? ലൈറ്റ് കടന്നു വരുന്നു. കൂടെ വരച്ചു പോണേ. ഒപ്റ്റിക്സിൽ പഠിച്ച എണ്ണ ഞാൻ കുറച്ച് കൂടുതൽ പറയാത്ത. അപ്പൊ എന്ത് ചെയ്യും? ഒരു ലൈറ്റിനെ വന്ന് ഇൻസിഡന്റ് ചെയ്തു, കടന്നുപോയി അല്ലെ? തിരിച്ച് ആവശ്യതന്ത്രമായി വർത്താനം പറഞ്ഞുകൊണ്ട് ഞാൻ. ഓക്കെ, നോക്കിയേ, ഇവിടുന്ന് ഞാൻ ഒരെണ്ണം വരച്ചു. ഇങ്ങോട്ടേക്കും പോയി നോക്കി, ഈ പോയിന്റിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാ അല്ലെ? ഈ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യും? വരുന്നതായിട്ട് തോന്നും. അപ്പൊ ശരിക്കും എമർജ് ചെയ്യുന്ന വേവ് ഫ്രണ്ട് എമർജ് ചെയ്യുന്ന എവിടുന്നാ? അവിടുന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും. ശരിയല്ലേ? അപ്പൊ ഇതും എന്ത് ലെൻസ് തന്നെയാ? ഇത് എന്ത് മിറർ തന്നെയാ? ഡൈവേർജിങ് മിറർ തന്നെ.
പിടികിട്ടിയോ? അപ്പൊ കോൺകേവ് മിറർ എന്ന് പറഞ്ഞാലും കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാലും കൺവേർജിങ് ആണ്. കോൺകേവ് ലെൻസും കോൺവെക്സ് മിററും ഡൈവേർജിങ് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, അടുത്ത് നോക്കിയേ. ഇനി പ്ലെയിൻ മിറർ, നമ്മുടെ സാധാ കണ്ണാടി, നമ്മൾ മുഖം നോക്കുന്ന പ്ലെയിൻ എന്തായിരിക്കും? ഞാൻ പറഞ്ഞായിരുന്നു മുമ്പേ പ്ലെയിൻ മിററിന്റെ കാര്യം. ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. എന്താണ്? ഇതല്ലേ പ്ലെയിൻ ആയിട്ടുള്ള ഒരു മിറർ. പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൽ കൂടി ലൈറ്റ് എങ്ങനെ പോകുന്ന ഞാൻ പറഞ്ഞു മുമ്പേ. ഇങ്ങനെയല്ലേ? ഇതിനെ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഇത് എത്ര ആംഗിൾ ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രിയിലായിരിക്കും വേവ് ഫ്രണ്ട് അല്ലെ? അപ്പൊ ഇതാണെന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഒരു പ്ലാനാർ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഓക്കെ, അടുത്താണ് ഗ്ലാസ് സ്ലാബ്. കട്ടിയുള്ള ഒരു ഗ്ലാസ് സ്ലാബ്. എന്താ ഗ്ലാസ് സ്ലാബ്? എന്താ ഗ്ലാസ് സ്ലാബ്? ദേ ഒരു കട്ടിയുള്ള ഒരു ഗ്ലാസിന്റെ കട്ടി, ഒരു ഗ്ലാസ് ഉള്ള ഒരു ഷീറ്റ്, ഒരു ഗ്ലാസിന്റെ ഷീറ്റ് അല്ലെ? എന്ത് ചെയ്യും? ദേ എന്ത് ചെയ്യുന്നു? 2 ലൈറ്റ് കടന്നു വരുന്നു. പ്ലാനർ ആയിട്ട് 2 ലൈറ്റ് കടന്നു പോകും. നമുക്കറിയാം, ഇത് നോക്കിയാൽ 2 മീഡിയം ആണ്. 2 മീഡിയം ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്ത് സംഭവിക്കുക. ആ പോയിന്റിൽ റിഫ്രാക്ഷൻ സംഭവിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഇവിടെയും 2 മീഡിയം ആണ്. ഇത് എന്ത് ചെയ്യും? ഇങ്ങനെ പോകും. ഇതൊക്കെ നമുക്കറിയാൻ തരാം. നമ്മളിപ്പോ പറഞ്ഞു വരാം അല്ലെ? ഇവിടെ എന്ത് ചെയ്യും? റിഫ്രാക്ഷൻ സംഭവിക്കും. ഇവിടെ കടന്നു വരുന്ന ലൈറ്റും എന്തായിരിക്കും? ഗ്ലാസിൽ കൂടെ ആണെങ്കിലും ഗ്ലാസ് ലാബിൽ കൂടെ ആണെങ്കിലും നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. പ്ലെയിൻ ആയിട്ട് തന്നെ ആയിരിക്കും പോവാ. ഇവിടെ കിട്ടിയോ? ലാസ്റ്റ് വൺ നമ്മുടെ സ്വന്തം പ്രിസം. പ്രിസത്തിൽ കൂടെ പോകുമ്പോഴും എങ്ങനെ തന്നെ കിട്ടുള്ളൂ. ഇത് ഒരു ഗ്ലാസിന്റെ ഒരു വെറൈറ്റി ഒരു രൂപം അല്ലേ? അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യും? ലൈറ്റ് എന്ത് ചെയ്യുന്നു? ലൈറ്റ് ഇതേ കടന്നു വരുന്നു. ഇവിടെ ചെറിയൊരു റിഫ്രാക്ഷൻ സംഭവിക്കും, ഇവിടെ സംഭവിക്കും. ഇങ്ങനെയല്ലേ പോവാ? ദെൻ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേടാ സംഭവിക്കുക. നമുക്കറിയാവുന്ന കേസാ. ശരിയാണോ? അപ്പൊ ഇവിടെ എന്ത് തന്നെയാ നമുക്ക് കിട്ടുക? ഇവിടെ എന്ത് തന്നെയാ? പ്ലെയിൻ വേവ് ഫ്രണ്ട് തന്നെയായിരിക്കും കിട്ടുക. അപ്പൊ ഇത്ര എണ്ണത്തിന്റെ ഈ വേവ് ഫ്രണ്ടുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ഇതിന്റെ എല്ലാം നമുക്ക് കിട്ടുന്ന എന്താണ്? ഇതെല്ലാം എന്ത് തന്നെയാ? പ്ലാനാർ വേവ് ഫ്രണ്ട് തന്നെ ആയിരിക്കും. കിട്ടിയോ? പ്ലാനാർ വേവ് ഫ്രണ്ട് തന്നെ ആയിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ. അപ്പൊ ഇത്രയും ജസ്റ്റ് ഇത്ര എണ്ണത്തിന്റെ എങ്ങനെയാണ് വരുന്നത് എന്താണെന്ന് മാത്രം നോക്കുക. അപ്പൊ ഈ ഗ്ലാസ് പ്ലേറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും എന്തായിരിക്കും? പ്ലെയിൻ തന്നെ ആയിരിക്കും കിട്ടുക. ഓക്കെ, നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2 coherent monochromatic light beams of intensities I and 4I are superimposed. എന്താ പറഞ്ഞിരിക്കുന്നത്? 2 ലൈറ്റ് ഉണ്ട്, കൊഹറന്റ് സോഴ്സ് ആണ്. ഓക്കെ, കൊഹറന്റ് സോഴ്സ് ആണെങ്കിൽ അവർ തമ്മിൽ എന്ത് ചെയ്യും? സൂപ്പറിംപോസ്, ഈ ഇന്റർഫറൻസ് ഇറക്കും. ഇനി ആദ്യത്തെ സോഴ്സിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഒരു സോഴ്സ് ഉണ്ടായി. രണ്ടാമത്തെ സോഴ്സിന്റെ ഇന്റൻസിറ്റി എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 2I ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? I എന്നും പറഞ്ഞിട്ടുണ്ട്, 2I എന്നും പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ഇവരെ സൂപ്പറിംപോസ് ചെയ്തപ്പോൾ നമുക്ക് മാക്സിമം ഒരു ഇന്റൻസിറ്റിയും കിട്ടി, അതുപോലെ തന്നെ മിനിമം ഒരു ഇന്റൻസിറ്റിയും കിട്ടി. അപ്പൊ കിട്ടിയത് എന്താണ്? നമുക്ക് ഇവരെ സൂപ്പറിംപോസ് ചെയ്തപ്പോൾ ഒരു മാക്സിമം ഇന്റൻസിറ്റിയും കിട്ടി, ഒരു മിനിമം ഇന്റൻസിറ്റിയും കിട്ടി. ഇവിടെ കിട്ടിയോ? ഒരു മാക്സിമം കിട്ടി, ഒരു മിനിമം കിട്ടി. അങ്ങനെയാണെങ്കിൽ അത് ഏതൊക്കെ എന്നാണ് ചോദ്യം. ഓപ്ഷനിൽ നമുക്ക് ആരെയൊക്കെ കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ പറഞ്ഞേ? 5I and 3I, 5I and 2I, 5I and I, 9I and I. ഇത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ ഇതിലേതാണ്? ഇതിനു മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാണ്. ഓക്കെ, ഇനി ഇന്റർഫറൻസിൽ നമ്മൾ പറയുന്നതാണ് ഇന്റൻസിറ്റി. നമ്മൾ കുറച്ച് ഡെപ്തിലേക്ക് പഠിക്കുമ്പോഴാണ് അത് പഠിക്കുക. ഇന്റൻസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ അവിടെ പറഞ്ഞു നിർത്തിയായിരുന്നു. വാട്ട് ഈസ് ഇന്റൻസിറ്റി? ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. വേവ് ഒക്കെ വരച്ച് കാണിച്ചിട്ട് പറഞ്ഞായിരുന്നു. ഇന്റൻസിറ്റി കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും വേവിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത കേസാണ്. ഇനി നോക്കിയോ, ഇവിടെ ഇന്റർഫറൻസിന്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ ശരിക്കും ഒരു ഇക്വേഷൻ ഉണ്ട് ഇവിടെ പഠിക്കാൻ. ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മുടെ കയ്യിൽ 2 വേവ്സ് ഉണ്ട്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 2 വേവ്സ് ഉണ്ട്. ഈ 2 വേവും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഇന്റർഫറൻസ് വേവിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇക്വേഷൻ എന്താണെന്നറിയോ? I ഈക്വൽ ടു, എന്നെ കാണാൻ പറ്റുന്നുണ്ടോടാ? ഓക്കെ, I ഈക്വൽ ടു എന്താണ്? I1 പ്ലസ്, അറിയാത്തൊരു എഴുതി വെച്ചോ, I1 പ്ലസ്. നമ്മൾ കുറച്ചുകൂടി ഡെപ്തിലേക്ക് ടോപ്പിക്ക് പഠിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. ഇക്വേഷൻ മാത്രം പഠിക്കുക. I1 പ്ലസ് I2 ഇൻറ്റു 2 ഇൻറ്റു റൂട്ട് ഓഫ് I1 I2 കോസ് തീറ്റ. ഇതായിരിക്കും. ഇവിടെ കിട്ടിയ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? I1 പ്ലസ്, I1 എന്ന് പറയുന്നത് ഒന്നാമത്തെ വേവിന്റെ ഇന്റൻസിറ്റി, I2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വേവിന്റെ ഇന്റൻസിറ്റി, പ്ലസ് 2 ഇൻറ്റു റൂട്ട് I1 I2 കോസ് തീറ്റ എന്നായിരിക്കും. പിടികിട്ടിയോ? ഇനി മാക്സിമം ഇന്റൻസിറ്റി, മിനിമം ഇന്റൻസിറ്റി എന്താണ് ഞാൻ പറയാൻ പോകുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, 2 ഒരുപോലെയുള്ള വേവുകളെ തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്തു. ഒരുപോലെയുള്ള വേവുകളെ തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വേവിന് എന്തായിരിക്കും? മാക്സിമം ഇന്റൻസിറ്റി ആയിരിക്കും. അതായത് വലിയൊരു വേവ് ആയിരിക്കും കിട്ടുക. നമ്മൾ പഠിച്ചു, ശരിയല്ലേ? വലിയൊരു വേവ് ആയിരിക്കും നമുക്ക് കിട്ടുക, ആണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മാക്സിമം. അപ്പൊ നമുക്ക് ഈ സ്റ്റേജിലായിരിക്കില്ലേ മാക്സിമം കിട്ടുക? അപ്പൊ കുഞ്ഞുങ്ങളെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, I മാക്സിമം എന്ന് പറയുന്ന ഇവർ തമ്മിലുള്ള ആംഗിൾ ഇപ്പൊ എത്രയാ? മാക്സിമത്തിലെ ആംഗിൾ എത്രയാ? എന്താ ആംഗിൾ എത്രയാ? ഇവിടെ ഒരേ ആംഗിൾ അല്ലേ, ആണോ? അപ്പൊ ഇവര് തമ്മിലുള്ള ആംഗിൾ എത്ര വരും? കോസ് തീറ്റ എന്ന് പറഞ്ഞ 0 അല്ലേ? ഒരേ ആംഗിൾ അല്ലേ?
ആംഗിൾ ഒരുപോലെ തന്നെയല്ലേ ഇവിടെ നോക്കി, ഇത് രണ്ടും എന്താണ് ഒരേ ഇതിലല്ലേ നിൽക്കണേ, ആംഗിൾ എന്താണ് 0 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ വരും? എങ്ങനെ വരും? മാക്സിമത്തിന്റെ കേസ് ഞാൻ പറഞ്ഞേ. അപ്പൊ മാക്സിമം ഈക്വൽ ടു എന്ത് കിട്ടും? I1 പ്ലസ് I2 പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് I1 I2 അല്ലെ, റൂട്ട് ഓഫ് 2 I1 I2. ഇനി ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് കോസ് 0? 1 അല്ലേ അല്ലെ. അപ്പൊ ഈ ഇക്വേഷനകത്ത് ഇതെന്തായിപ്പോയി? എന്തായിപ്പോയി? കോസ് 0 1 ആയി പോയില്ലേ ഇല്ലേ? ഓക്കെ, ഞാൻ ഈ അറഞ്ച് പുറഞ്ച് എഴുതിയേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവണില്ലായിരിക്കും അല്ലേ. ഞാൻ അതിനെ വൃത്തിക്ക് തരാട്ടോ, ആവശ്യതുന്ദരമായി പഠിപ്പിച്ചു പോകുമ്പോൾ. അപ്പൊ നോക്കിയോ, ഐ മാക്സിമം എന്ന് പറയുന്നത് എന്തായി? ഫോർ ഐ മാക്സിമം കോസ് തീറ്റ ഈക്വൽ ടു എന്താണ്? കോസ് 0 ഈക്വൽ ടു എന്താണ്? 1 ആണ്. ശരിയല്ലേ? അപ്പൊ ഐ മാക്സിമത്തിൽ എന്ത് വരും? I1 പ്ലസ് I2 പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് I1 I2 കോസ് തീറ്റ, അതായത് എന്താ? കോസ് 0 എന്തായിപ്പോയി? 1 ആയി പോയില്ലേ. മിച്ചം നമുക്ക് എന്താ കിട്ടിയത് പറഞ്ഞേ? I1 പ്ലസ് I2 പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് I1 I2 കിട്ടിയോ? ഇത് ശരിക്കും എന്താ? നിങ്ങളൊന്ന് ചോദിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, റൂട്ട് ഓഫ് I1 പ്ലസ് റൂട്ട് ഓഫ് I2 എന്താ? I2 ദ ഹോൾ സ്ക്വയർ എന്താ? A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണോ? എങ്ങനെ ചെയ്താ ഇതിനെ? എ സ്ക്വയർ പ്ലസ് അടുത്ത് എന്ത് വരും? ബി സ്ക്വയർ പ്ലസ് 2ab എഴുതാവോ? അപ്പൊ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? I1 പ്ലസ് റൂട്ട് പോവില്ലേ, I1 പ്ലസ് I2 പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് I1 I2. അത് തന്നെയല്ലേ ഈ കിടക്കുന്ന സാധനം ആണോ? അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും എന്ന് പറഞ്ഞേ? I1 പ്ലസ് I2 പ്ലസ് 2 റൂട്ട് I1 I2 എന്ന് പറയുന്നത് എന്താണ്? ഇത് ശരിക്കും എന്ത് തന്നെയാ? ഐ മാക്സിമം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറയാം. ഐ മാക്സിമം അല്ലേ കണ്ടോണ്ടിരിക്കുന്നത്? അതെന്താ? റൂട്ട് I1 പ്ലസ് റൂട്ട് I2 ഹോൾ സ്ക്വയർ തന്നെയല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത്? ആണോ അല്ലേ പറഞ്ഞേ? അപ്പൊ മനസ്സിലായോ ക്വസ്റ്റൻ എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നേ. അപ്പൊ മാക്സിമം ഇന്റൻസിറ്റി നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എടുക്കേണ്ട ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് I1 പ്ലസ് റൂട്ട് ഓഫ് I2 ഹോൾ സ്ക്വയർ. പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞേ, ഫോർ മിനിമം ഇന്റൻസിറ്റി, ഞാൻ അടുത്ത കളർ കൊണ്ട് എഴുതാവേ. ഓക്കെ, ഫോർ മിനിമം ഇന്റൻസിറ്റി തീറ്റ എന്തായിരിക്കും? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മക്കളെ. ഞാൻ മുമ്പേ പറഞ്ഞ അതേ പരിപാടി തന്നെ ഞാൻ പറയാണേ. ഇവിടെ ശ്രദ്ധിച്ചോ, ഇത് വേവ്, ഇത് അടുത്ത വേവ്. ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇത് ഔട്ട് ഓഫ് ഫേസ് അല്ലേ? നോക്കിയാൽ ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് അല്ലേ? ആണോ? ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇന്റൻസിറ്റി വളരെ കുറഞ്ഞൊരു ചെറിയ വേവ് ആയിരിക്കും എന്ന് പഠിച്ചു ഓർക്കുന്നുണ്ടോ? ഇവർ തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് എത്രയാ? 180 ഡിഗ്രി അല്ലേ? 180 ഡിഗ്രി തിരിഞ്ഞല്ലേ ഇരിക്കുന്നതാണോ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് കോസ് 180? നമുക്കറിയാം എന്താ? -1 ആണ്. ആണോ അല്ലയോ? -1 അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ എന്ത് കിട്ടും? ഇതേ ഇക്വേഷനെ തന്നെ ഇന്റൻസിറ്റിയുടെ ഇക്വേഷനെ ഞാൻ എഴുതുന്നു. I ഈക്വൽ ടു എന്ത് കിട്ടും? I1 പ്ലസ് I2 പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് I1 I2 റൂട്ട് ഓഫ് I1 I2 കോസ് തീറ്റയുടെ കോസ് 180യുടെ വാല്യൂ എത്ര കിട്ടി? -1 കിട്ടി. ശരിയല്ലേ? അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? I1 പ്ലസ് I2 പ്ലസ് I2 മൈനസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് I1 I2. മുമ്പ് എഴുതിയ പോലെ തന്നെ എഴുതി നോക്കിയാൽ നമുക്ക് ഇതിനെ എങ്ങനെ കിട്ടും? എങ്ങനെ കിട്ടും? റൂട്ട് I1 മൈനസ് റൂട്ട് I2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടില്ലേ? അപ്പൊ ഇത് എന്നതാ? ഇത് മിനിമം ഇന്റൻസിറ്റി. പിടി കിട്ടിയോ? അപ്പൊ ഇതാണ് മിനിമം ഇന്റൻസിറ്റി. അപ്പൊ മിനിമം ഇന്റൻസിറ്റി മാക്സിമം ഇന്റൻസിറ്റി എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? മിനിമം ഇന്റൻസിറ്റി മാക്സിമം ഇന്റൻസിറ്റി. ഇതാണ് ജനറൽ ഇക്വേഷൻ. I1 പ്ലസ് I2 പ്ലസ് 2 ഇൻറ്റു റൂട്ട് I1 I2 കോസ് തീറ്റ. അപ്പൊ നോക്കിയേ എന്ത് കിട്ടി? മാക്സിമത്തിന്റെ ഇക്വേഷൻ എന്ത് വന്നു? റൂട്ട് I1 പ്ലസ് റൂട്ട് I2 ഹോൾ സ്ക്വയർ. കിട്ടിയില്ലടാ? ഇനി മിനിമത്തിന്റെ ഇക്വേഷൻ എന്ത് വന്നു? റൂട്ട് I1 മൈനസ് റൂട്ട് I2 ഹോൾ സ്ക്വയർ. സെറ്റ് ആണോ? അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ചെയ്യത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞേ, ക്വസ്റ്റ്യനിലേക്ക് വന്നേ. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നു ആദ്യത്തെ ആൾക്ക് ഇന്റൻസിറ്റി I ആണ്, രണ്ടാമത്തെ ആൾക്ക് ഇന്റൻസിറ്റി എന്താണ്? 2I ആണ് അല്ലെ? അപ്പൊ മാക്സിമം ഇന്റൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കണം, മിനിമം ഇന്റൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. മാക്സിമം ഇന്റൻസിറ്റി മിനിമം ഇന്റൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? പറഞ്ഞോളൂ. I തന്നിട്ടുണ്ട്. ആദ്യത്തേത് I ആണ്, അടുത്ത രണ്ടാമത്തെ 4I ആണ് അല്ലെ? 2I അല്ല 4I ആണ്. 4I ആണ്. അപ്പൊ ആദ്യം ഞാനിത് മാക്സിമം ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ പോകും. വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് മാക്സിമം ഇന്റൻസിറ്റി? റൂട്ട് ഓഫ് I1 പ്ലസ് റൂട്ട് ഓഫ് I2 ദ ഹോൾ സ്ക്വയർ.
ശരിയാണോ? റൂട്ട് ഓഫ് I1 പ്ലസ് റൂട്ട് ഓഫ് I2 ദ ഹോൾ സ്ക്വയർ. നമ്മളോട് പറഞ്ഞ എന്താണ്? ടു കൊഹറന്റ് മോണോക്രോമാറ്റിക് ലൈറ്റ് ബീംസ് ഓഫ് ഇന്റൻസിറ്റി I and 4I ആർ സൂപ്പർ ഇമ്പോസ്ഡ്. അപ്പൊ I1 എന്ന് പറയുന്നത് എത്രയാണ്? I ആണ്. I2 എന്ന് പറയുന്നത് എത്രയാണ്? 4I ആണ് അല്ലെ? നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ എന്ത് വന്നു? I1 എന്ന് പറയുന്ന I ആണ്, പ്ലസ് I2 എന്ത് കിട്ടും? റൂട്ട് ഓഫ് 4I ദ ഹോൾ സ്ക്വയർ. റൂട്ട് ഓഫ് I പ്ലസ് റൂട്ട് ഓഫ് 4I ദ ഹോൾ സ്ക്വയർ എന്ത് കിട്ടും? A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ എന്ത് കിട്ടും? എന്ത് കിട്ടും മക്കളെ? I സ്ക്വയർ പ്ലസ് എന്ത് കിട്ടും? റൂട്ട് 4I യുടെ സ്ക്വയർ എടുത്താൽ 4I പ്ലസ് 2 ഇൻറ്റു റൂട്ട് I ഇൻറ്റു 4I കിട്ടുമോ? ആണോ? അപ്പൊ എന്ത് കിട്ടും? ഇവിടെ ഒരു I സ്ക്വയർ ഉണ്ട്. I സ്ക്വയർ പ്ലസ് 4I, I സ്ക്വയർ പ്ലസ് 4I പ്ലസ് 2 ഇൻറ്റു 4നെ പുറത്തോട്ട് എടുത്തു. എന്ത് കിട്ടും? ഇവിടെ 2 ഇൻറ്റു 4 പുറത്തേക്ക്, റൂട്ടിന് പുറത്തേക്ക് വരുമ്പോൾ 2I ഇൻറ്റു I സ്ക്വയർ. I സ്ക്വയറിനെ റൂട്ടിന് പുറത്തോട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? I കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു I സ്ക്വയർ ഉണ്ട്, പ്ലസ് ഒരു 4I ഉണ്ട്, പ്ലസ് ഇവിടെ എന്തുണ്ട്? ഒരു 4I ഉണ്ട്. ഇവിടെ കിട്ടിയോ? അപ്പൊ എന്ത് കിട്ടി? ഒരു 4I ഉണ്ട്, ഇവിടെ ഒരു റൂട്ട് ഐയുടെ സ്ക്വയർ അല്ലേ? റൂട്ട് ഐയുടെ വരുമ്പോൾ ഇവിടെ സ്ക്വയർ വരില്ലല്ലോ, ശരിയല്ലേ? അപ്പൊ നോക്കിയാൽ മൊത്തം എത്ര I കിട്ടി? 4 4 8 1 9I എന്ന് കിട്ടി. അപ്പൊ മാക്സിമം നമുക്ക് എത്ര കിട്ടി? 9I എന്ന് കിട്ടി. ഇവിടെ കിട്ടിയോ? ഇനി നോക്കിയേ മിനിമം എങ്ങനെ കണ്ടുപിടിക്കാം? I മിനിമം ദ സെയിം ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് I1 മൈനസ് റൂട്ട് ഓഫ് എന്ത് വരും? I2 ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? പറഞ്ഞേടാ. I1 I ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ I മൈനസ് റൂട്ട് ഓഫ് 4I ദ ഹോൾ സ്ക്വയർ അല്ലെ? അപ്പൊ എന്ത് കിട്ടി? I സ്ക്വയർ പ്ലസ് എന്ത് വരും? റൂട്ട് 4I ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു I ഇൻറ്റു റൂട്ട് 4I അല്ലെ? അപ്പൊ ചെയ്തു വരുമ്പോ I പ്ലസ് 4I മൈനസ് 2I ഇൻറ്റു എന്ത് കിട്ടും? 2I ഇൻറ്റു ഇവിടെ ഒരു I കൂടെ വരില്ലടാ, അതായത് 2I റൂട്ട് അല്ലേ? 2 ഇവിടെ റൂട്ട് അല്ലേ? അപ്പൊ 2I എന്ന് കിട്ടും. I ഇൻറ്റു I സ്ക്വയർ. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? I പ്ലസ് 4I മൈനസ് 4I ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? I കിട്ടിയോ? അപ്പൊ നോക്കിയേ I മാക്സിമം എന്ന് പറയുന്നത് എത്ര കിട്ടി? 9I എന്ന് കിട്ടി. ഇനി I മിനിമം എന്ന് പറയുന്നത് എത്ര കിട്ടിയടാ? I എന്ന് കിട്ടി. ഇവിടെ കിട്ടിയോ? അപ്പൊ നോക്കി ഇതിൽ ഏതാ ഓപ്ഷൻ? D ഈസ് ദ ആൻസർ. ഇവിടെ കിട്ടിയോ? 9I ആൻഡ് സെറ്റ് ആണോ? ഓക്കെ ആണോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഫ്രണ്ട് വിൽ എമേർജ് ഫ്രം എ പോയിന്റ് സോഴ്സ്? നമ്മൾ പറഞ്ഞതാണ് പോയിന്റ് സോഴ്സ്. പോയിന്റ് സോഴ്സിൽ നിന്നും ഏത് ടൈപ്പാ വരിക? നമ്മൾ തൊട്ട് മുന്നേ ഇതിനെ കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത്. ലൈറ്റ് എന്താ? ഒരു പോയിന്റ് സോഴ്സ് ആണെങ്കിൽ വേവ് ഫ്രണ്ട് എന്തായിരിക്കും നമ്മൾ പറഞ്ഞേ? ഓർക്കുന്നുണ്ടോ? ഒരു കല്ല് നടുക്കോട്ടിട്ടു, ദെൻ അതിന് ചുറ്റും എന്ത് ചെയ്യും? ഓളങ്ങൾ ഉണ്ടാവുന്ന കേസ് പറഞ്ഞു. അതെന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ സ്ഫെറിക്കൽ. എക്സാമ്പിൾ പറയാവോ? സ്ഫെറിക്കൽ എന്താ? നമ്മുടെ സാധാരണ നമ്മുടെ ഇലക്ട്രിക് ബൾബില്ലേ? ഫോർ എക്സാമ്പിൾ നമ്മുടെ എന്താണ്? ഇലക്ട്രിക് ബൾബ്. കിട്ടുന്നുണ്ടോടാ? സെറ്റ് ആണോ? അപ്പൊ എന്താണ് ഇലക്ട്രിക് ബൾബ്? എന്താണ് ഒരു പോയിന്റ് സോഴ്സിന് എക്സാമ്പിൾ? ഇനി ഡിസ്റ്റന്റ് ലൈറ്റ് സോഴ്സ്, അകലെ എന്നുള്ള ഒരു ലൈറ്റ് സോഴ്സ് അവിടുന്ന് വരുന്നത് എന്താ? അത് ഞാൻ പറഞ്ഞു, ഡിസ്റ്റന്റ്, അകലയിൽ നിന്ന് വരുന്നു. അകലയിൽ നിന്ന് വരുവാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കത് എന്തായിട്ടേ തോന്നുള്ളൂ എന്ന് പറഞ്ഞു? അതൊരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിട്ടല്ലേ തോന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ സണ്ണിൽ നിന്നും വരുന്ന ലൈറ്റ്, അതായത് ലൈറ്റ് ഫ്രം സണ്ണ് ഒന്ന് എടുത്ത് നോക്കിയാൽ, ലൈറ്റ് ഫ്രം സണ്ണ് ഓർത്ത് നോക്കിയാൽ അങ്ങ് ഇൻഫിനിറ്റി എന്നാ വരുന്ന ലൈറ്റ്. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടല്ലേ കാണാൻ പറ്റുന്നത്. പിടി കിട്ടിയോ? അപ്പൊ ഡിസ്റ്റന്റ് ലൈറ്റ് സോഴ്സ് ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തായിട്ടായിരിക്കും? ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിട്ടായിരിക്കും. ഓക്കെ, ഇനി നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A ray of light falls on a transparent slab of mu equal to 1.732. If reflected and refracted rays are mutually perpendicular, what is the angle of incidence? എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? എന്താ? ഒരു റേ ഉണ്ട്, അതൊരു ട്രാൻസ്പെറന്റ് സ്ലാബ്. എന്താ ഈ ട്രാൻസ്പെറന്റ് സ്ലാബ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ലൈറ്റ് കടത്തിവിടാത്ത ഒരു സ്ലാബ് അല്ലെ? എന്ത് ചെയ്യുന്നു? ഒരു ലൈറ്റ് കടത്തിവിടാത്ത ഒരു സ്ലാബിൽ കൂടി ഒരു ഇതിലേക്ക് വീഴുന്നു. അപ്പൊ അവിടെയുള്ള മ്യൂ നമുക്ക് തന്നിട്ടുണ്ട്. മ്യൂ എത്രയാണ്? 1.732 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് ഏത് ലോയാ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഏത് ലോയാ? ഇത് ഏത് ലോയാ? ബ്രീസ്റ്റേഴ്സ് ലോ ആണ്. ബ്രീസ്റ്റേഴ്സ് ലോ എന്താ പറയുന്നത്? വാട്ട് ഈസ് ബ്രീസ്റ്റേഴ്സ് ലോ? എന്താ പറയുന്നത്? അതായത് ഒരു പോളറൈസിങ് ആംഗിളും, നിങ്ങൾ പഠിച്ചില്ലേ പോളറൈസേഷൻ, പോളറൈസിങ് ആംഗിളിൽ പറയുന്ന കാര്യമാണ്. അതായത് ദ ടാൻജന്റ് ഓഫ് പോളറൈസിങ് ആംഗിൾ ഓർക്കുന്നുണ്ടോ? ടാൻജന്റ്, അതായത് ഒരു ട്രാൻസ്പെറന്റ് മീഡിയം. ഒരു മിനിറ്റ്, എന്താ പറഞ്ഞ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത്
ടാൻ ഇൻവേഴ്സ് ഓഫ് n ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് പി എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ബ്രീഫ്സ്റ്റേഴ്സ് ലോ. ഇതിനാണ് ബ്രീഫ്സ്റ്റേഴ്സ് ലോ എന്ന് പറഞ്ഞത്. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് പോളറൈസിങ് ആംഗിൾ, അതായത് ഇൻസിഡന്റ് പോളറൈസിങ് ആംഗിളിന്റെ ടാൻജന്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും എന്ന് പറയാം. ഇതിനാണ് ബ്രീഫ്സ്റ്റേഴ്സ് ലോ എന്ന് പറയാം. നമുക്ക് നോക്കാം ജസ്റ്റ് ബ്രീഫ്സ്റ്റേഴ്സ് ലോ എന്താണെന്ന് നോക്കിയാലോ, എന്നിട്ട് നമുക്ക് പറയാം, അതായിരിക്കും നല്ലത്. ഓക്കെ, എന്താണ് ബ്രീഫ്സ്റ്റേഴ്സ് ലോ എന്ന് ഞാനതൊന്ന് ഡിറൈവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാം, ഒത്തിരി പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം നമുക്ക് ബ്രീഫ്സ്റ്റേഴ്സ് ലോ എന്താന്ന്. ഓക്കെ, സംഭവം ഇത്രേ ഉള്ളൂ മക്കളെ. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പോളറൈസിങ് ആംഗിൾ? അതായത് ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ പോളറൈസ് ചെയ്യുന്ന ചില പോളറൈസറുകളുണ്ട്, അതിനകത്തൂടെ കടത്തി, അത് ലൈറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കമ്പോണന്റ് ഉണ്ട്. ഒരു പോളറൈസറിനകത്തൂടെ ഈ ലൈറ്റിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ എല്ലാ കമ്പോണന്റ് ഒന്നും പോകില്ല, പകരം എന്ത് ചെയ്യുന്നറിയോ, ഇതിനകത്തൂടെ ഒരു ഡയറക്ഷനിലേക്കുള്ള ലൈറ്റിന്റെ വെക്ടറിനെ മാത്രം കടത്തിവിടും. ഇങ്ങനെ ഒരു ഡയറക്ഷൻ, എല്ലാ ഡയറക്ഷനിലോട്ടും കടത്തിവിടും. ഇതിനാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയും. പിടികിട്ടിയോ? അപ്പൊ എന്താണ് ഈ ബ്രീഫ്സ്റ്റേഴ്സ് ലോ എന്ന് പറയാം. ബ്രീഫ്സ്റ്റേഴ്സ് ലോ പറയുന്നതിന് മുന്നേ ഇവിടെ നോക്കിയോ, അതായത് ഇതുണ്ടോ, ഇങ്ങനെ ഒരു റേ വരുന്നു. ഇവിടെ നോക്കി, ഇത് പാർഷ്യലി പോളറൈസ്ഡ് ആണ്. ഇത് കണ്ടോ, ഇത് പോളറൈസ്ഡ് ആയിട്ടുള്ളതിനെ കാണിക്കാനാണ് നമ്മൾ ഈ രണ്ട് സൈഡിലോട്ട്, അത് പോളറൈസ് ചെയ്യാത്ത ലൈറ്റിനെ കാണിക്കാനാണ് നമ്മൾ രണ്ട് സൈഡിലോട്ട് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ആരോ ഇടുന്നത്. പിടികിട്ടിയോ? അപ്പൊ ഇതാണ് എന്താന്ന് പറയുന്നത്, ഇത് ഇൻസിഡന്റ് ബീമാണ്. എന്താണ് ഇത്? ഇൻസിഡന്റ് ബീമാണ്. ഓക്കെ, ഈ ഇൻസിഡന്റ് ബീമാണ് ശരിക്കും നമ്മുടെ അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ് ഇവിടുത്തെ ഇൻസിഡന്റ് ബീം എന്ന് പറയാൻ. വരയ്ക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇങ്ങനെ പല സൈഡിലേക്ക് എന്തുണ്ട്, ഈ ലൈറ്റ് ഉണ്ട്. ഈ പല സൈഡിലേക്കുള്ള ലൈറ്റ് അൺപോളറൈസ്ഡ് ആണെന്ന് കാണിക്കാനുള്ള സിമ്പിളാണ് ഇത്, ഈ സംഭവം. ഈ നടുക്ക് ഡോട്ട് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ വരയ്ക്കുന്ന പരിപാടി. പിടികിട്ടിയോ? അപ്പൊ നോക്കി, ഇത് എന്ത് ചെയ്യുന്നു, ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ഇതിനെ ഞാൻ ഇൻസിഡന്റ് പോളറൈസിങ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കുന്നു, IP. പിടികിട്ടിയോ? ഓക്കെ, വേണമെങ്കിൽ ആംഗിളിനെ ഞാൻ വേറൊരു കളറിൽ പറയാം. ഇതാണ് IP എന്ന് പറയുന്നത്. പിടികിട്ടിയോ? ഇനി എന്ത് ചെയ്യുന്ന അറിയാവോടാ? നോക്കിയേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് പോളറൈസറിനകത്തൂടെ കടത്തി വിട്ടു, ഇത് കടന്നുപോയി. പോളറൈസറിനകത്തൂടെ കടന്നുപോയി. ഇത് അപ്പൊ കുറച്ച് ഭാഗം എന്ത് ചെയ്യും, ഇത് രണ്ട് മീഡിയം ആണ്, എന്ത് ചെയ്യും, കുറച്ച് ഭാഗം റിഫ്രാക്ട് ചെയ്തും പോയി, കുറച്ച് ഭാഗം റിഫ്ലക്ട് ചെയ്തും പോയി. അപ്പൊ ഈ റിഫ്രാക്ട് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, ഈ സെന്ററിലെ സാധനം വേറെ കളർ വെച്ചിട്ട് കാണിക്കാവേ. ഇത് ഇതുണ്ടോ? അപ്പൊ ഇതിനകത്തൂടെ കടന്നുപോയി. നമ്മുടെ പോളറൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളത്തോട്ട് പോയിട്ട് ഒരു ഡയറക്ഷനിലേക്കുള്ള ലൈറ്റിനെ മാത്രം അത് എന്ത് ചെയ്യുള്ളൂ, കടത്തി വിടുള്ളൂ. പിടികിട്ടോ? ഈ മിച്ചം ഉണ്ടായിരുന്ന അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഉണ്ടായിരുന്ന സംഭവം ഉണ്ടല്ലോ, ഇതുണ്ടോ, ഇത് അങ്ങോട്ടേക്ക് പോകും, ഇത് ഇങ്ങോട്ടേക്ക് റിഫ്രാക്ട് ചെയ്തും പോകും. അപ്പൊ ഈ റിഫ്രാക്ട് ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഇവിടെ നോക്കിയേ, അപ്പൊ ഇതെന്ത് ബീമാ? ഇത് റിഫ്രാക്റ്റഡ് ബീമാ. പിടികിട്ടോ? ഇതെന്ത് ബീമാ? ഇത് റിഫ്രാക്റ്റഡ് ബീമാ. അപ്പൊ ഈ തിരിച്ചു പോയേക്കുന്ന ഇതെന്ത് ബീമാ? റിഫ്ലക്ട് ചെയ്ത് അതേ മീഡിയത്തിൽ തന്നെ തിരിച്ചു പോയി. അപ്പൊ ഇതെന്താ? ഇത് റിഫ്ലക്റ്റഡ് ബീമാ. പിടികിട്ടോ? ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഇത് അതിനോട് തുല്യമായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, അല്ലെ, ബൈ ലോ ഓഫ് റിഫ്ലക്ഷൻ. നമുക്കറിയാവുന്ന കേസാ. ഇനി എന്റെ ചോദ്യം ഇതാന്നേ, ഈ ആംഗിൾ എത്രയാ? ഇത് 90 ഡിഗ്രി അല്ലേ? ഇത് മൊത്തം കൂടെ 90 ഡിഗ്രി അല്ലേടാ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞേ, സപ്പോസ് ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആയതുകൊണ്ട് ഞാൻ അതിനെ, ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിൾ, ഇതിനെ ഞാൻ RP എന്ന് വിളിക്കുന്നത്. ഈ ആംഗിൾ ആണ്, ഇതിനെ അങ്ങോട്ട് എഴുതാണ് RP എന്ന് വിളിക്കുന്നു. പിടികിട്ടിയോ? RP എന്ന് വിളിക്കുന്നു. ഇതിന്റെ ചോദ്യം ഇതാണ്, ഇതേ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണേ. ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ നടുക്കത്തെ വരാം. അപ്പം ഇങ്ങോട്ടേക്ക് പോയ ഈ ഡോട്ടുള്ള ഇങ്ങോട്ടേക്ക് പോയ ഈ സംഭവം ഞാൻ പറഞ്ഞു IP ആണ്. ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ആംഗിൾ ഉണ്ട്, ഇത് ഇങ്ങനെ പോയ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇതിനെ ഞാൻ RP എന്നും വിളിച്ചു. ഇനി മിച്ചമുള്ളത് ഞാൻ പറഞ്ഞു, മിച്ചമുള്ള ഈ നടുക്കത്തെ ഇത് ഇത്ര ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഇതൊരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ? അപ്പൊ മൊത്തം എത്രയായിരിക്കും? ഇത് ടോട്ടൽ എത്രയായിരിക്കും? അതായത് IP പ്ലസ് 90 ഡിഗ്രി പ്ലസ് RP ഈക്വൽ ടു എത്രയായിരിക്കും? സ്ട്രൈറ്റ് ലൈൻ അല്ലേ, 180 ഡിഗ്രി ആയിരിക്കുമല്ലോ. പറ, ഇതിൽ നിന്നും നമുക്ക് RP എങ്ങനെ എഴുതാം? പോളറൈസിങ് ആംഗിൾ RP നമുക്ക് എങ്ങനെ എഴുതാം? പറഞ്ഞേ, റിഫ്രാക്റ്റഡ് ബീമിന്റെ RP നമുക്ക് എങ്ങനെ എഴുതാം? 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി മൈനസ് IP എന്ന് എഴുതാവോ? ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 90 ഡിഗ്രി മൈനസ് IP എന്ന് എഴുതത്തില്ലേ? പിടികിട്ടി? അപ്പൊ RP നമുക്ക് എന്തെന്ന് കിട്ടി? 90 ഡിഗ്രി മൈനസ് IP എന്ന് കിട്ടിയില്ലേ? ഇനി ഒന്ന് ഓർത്ത് നോക്കിയേ, ബൈ സ്നെൽസ് ലോ, നമ്മൾ സ്നെൽസ് ലോ പഠിച്ചിട്ടുണ്ട്. എന്താ സ്നെൽസ് ലോ? എന്താ പറയുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ബൈ, അല്ലെ, ഇൻസിഡന്റ് ചെയ്യുന്ന IP അല്ലേ, ബൈ സൈൻ RP.
ആണല്ലോ. സൈൻ ആർ പി അല്ലേ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലേ, ആണല്ലോ. ഇനി നോക്കിയേ, ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർ പിക്ക് നമുക്ക് എന്തെന്ന് കൊടുക്കാം, 90 ഡിഗ്രി മൈനസ് ഐ പി എന്ന് കൊടുക്കാവോ? കൊടുക്കത്തില്ലേടാ. അപ്പൊ എൻ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും, സൈൻ ഐ പി ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടും, സൈൻ 90 മൈനസ് ഐ പി. പിടി കിട്ടിയോ? വാട്ട് ഈസ് സൈൻ 90 മൈനസ് തീറ്റ? എന്താ സൈൻ 90 മൈനസ് തീറ്റ ഈക്വൽ ടു നമുക്കറിയാം കോസ് തീറ്റ. അറിയത്തില്ലേ? അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, സൈൻ ഐ പി ബൈ കോസ് ഐ പി എന്ന് കിട്ടിയില്ലേ. വാട്ട് ഈസ് സൈൻ ബൈ കോസ്? ടാൻ അല്ലേ. അപ്പൊ എൻ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടി, ടാൻ ഐ പി എന്ന് കിട്ടിയില്ലേ. എന്ത് കിട്ടി? സൈൻ ബൈ കോസ് നമുക്ക് എന്ത് കിട്ടി, ടാൻ ഐ പി എന്ന് കിട്ടിയില്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും ഐ പി എ നമുക്ക് എങ്ങനെ എഴുതാം, ഐ പി എ നമുക്ക് എങ്ങനെയാന്ന് പറഞ്ഞേ, ഇതിൽ നിന്നും അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന എൻ ഈക്വൽ ടു എന്താണ്, ടാൻ ഐ പി ആണ്. ശരിയല്ലേ? അപ്പൊ ഐ പി കിട്ടാൻ ടാനിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അപ്പുറത്തോട്ട് പോകുമ്പോൾ ടാൻ എന്തായി മാറും, ടാൻ ഇൻവേഴ്സ് ആയി മാറുക അല്ലേ. അപ്പൊ ഐ പി ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടൂ, ടാൻ ഇൻവേഴ്സ് ഓഫ് എൻ എന്ന് കിട്ടി. പിടി കിട്ടിയോ? അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബ്രീവ്സ്റ്റേഴ്സ് ലോ എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? ബ്രീവ്സ്റ്റേഴ്സ് ലോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഞാനിത് ജസ്റ്റ് പറഞ്ഞപ്പോ ഈ ബ്രീവ്സ്റ്റേഴ്സ് ലോ പറയാതെ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്താണ് അത്, എന്താ പറയുന്നത്, ഈ ടാൻ ഇൻവേഴ്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റേറ്റ്സ് ദാറ്റ് ഇതിനെ, അതായത് ഈ ആംഗിൾ ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഐ പി എന്താ, പോളറൈസിങ് ആംഗിൾ ആണ് അല്ലെ. ദ ടാൻജന്റ് ഓഫ് പോളറൈസിങ് ആംഗിൾ ഇൻ എ ട്രാൻസ്പെറന്റ് മീഡിയം ഈസ് ഈക്വൽ ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെ. ടാൻജന്റ് ഓഫ് ഇൻസിഡന്റ് ആംഗിൾ അല്ലേ, അല്ലെ. അപ്പൊ ഇൻസിഡന്റ് ചെയ്യുന്ന പോളറൈസിങ് ആംഗിൾ എന്ന് പറയുന്നത് ആ മീഡിയത്തിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനോട് ഈക്വൽ ആയിരിക്കും. എങ്ങനെ? ആംഗിളിന്റെ ടാൻജന്റ് ആണ് ഈക്വൽ ആവുക, ആംഗിൾ അല്ല, ആംഗിളിന്റെ, അതായത് നമ്മൾ ഇൻസിഡന്റ് ചെയ്യുന്ന ആ പോളറൈസിങ് ആംഗിൾ എന്ന് പറയുന്നത്, ആ ആംഗിളിന്റെ ടാൻജന്റ് എന്ന് പറയുന്നത് ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനോട് ഈക്വൽ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബ്രീവ്സ്റ്റേഴ്സ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. പിടി കിട്ടോ? ഇത് വെച്ചിട്ടാണ് നമ്മളോട് എന്ത് ചോദിച്ചിരിക്കുന്നത്, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാലോ. അപ്പൊ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ കിട്ടി. എന്താ കിട്ടിയേ പറഞ്ഞ, എൻ ഈക്വൽ ടു ടാൻ ഐ പി അല്ലെങ്കിൽ ഐ പി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എൻ. ഇതല്ലേടാ നമ്മുടെ ഇക്വേഷൻ ആണോ? ഇത് വെച്ചിട്ട് നമുക്ക് ആരെയൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് മ്യൂ തന്നിട്ടുണ്ട്, ഐ പി തന്നിട്ടുണ്ട് അല്ലെ. എന്താ തന്നിരിക്കുന്നത്, അതായത് നമ്മുടെ ഇക്വേഷൻ എന്താ, ടാൻ ഐ പി, അതായത് എൻ ആണ് പറഞ്ഞിരിക്കുന്നത്, അതായത് റേ ഓഫ് ട്രാൻസ്പെറന്റ് സ്ലാബ് ഓഫ് മ്യൂ, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ തന്നിട്ടുണ്ട്. എത്രയാ? മ്യൂ തന്നിട്ടുണ്ട് 1.732 എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. അപ്പൊ നോക്കിയേ, അങ്ങനെയാണെങ്കിൽ ഈ എന്നിന് വരെ ഇവിടെ മ്യൂ കൊടുത്തേക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ നോക്കിയേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ടാൻ ഐ പി ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന എത്രയാ, 1.732 എന്ന് എഴുതാവോ? എഴുതില്ലേ? അല്ലെങ്കിൽ ഐ പി ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ടാൻ ഇൻവേഴ്സ് ഓഫ് 1.732 എന്ന് എഴുതാവോ? എഴുതില്ലേടാ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, ടാൻ ഇൻവേഴ്സ് ഇത് എത്ര ആയിരിക്കും, ഇത് എന്തിന്റെ വാല്യൂ, ഇത് എന്തിന്റെ വാല്യൂ ശരിക്കും, ടാൻ ഇൻവേഴ്സ് ഓഫ് √3 അല്ലേ, അല്ലെ. അപ്പൊ ഐ പി എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാ, 60 ഡിഗ്രി. അല്ലെങ്കിൽ ഓർത്താൽ മതി, ടാനിന്റെ ഏത് ആംഗിളിന് ഈ വാല്യൂ കിട്ടുന്നതെന്ന് ഓർത്താൽ മതി. ടാന്റെ ഏത് ആംഗിളിന്, 60 ഡിഗ്രിക്കാ. പിടിയോ? അപ്പം എത്ര കിട്ടി, ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, ഇൻസിഡന്റ് പോളറൈസിങ് ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. പിടി കിട്ടിയോ? അപ്പൊ എന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. പെട്ടെന്ന് നോക്കിപ്പോയെ, കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. Okay, in a single slit diffraction experiment, a slit of width d is illuminated by red light of wavelength 650 nanometer. For what value of d will the first minimum falls is at an angle of diffraction of 30 degree. The first maximum fall is at an angle of diffraction of 30 degree. That's the first minimum ചോദിച്ചിട്ടുണ്ട്, another first maximum ചോദിച്ചിട്ടുണ്ട്. Simple. നമ്മൾ ഇതുവരെ പഠിച്ചത് യങ്സിന്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആയിരുന്നു. അവിടെ എന്താണ്, 2 സ്ലിറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഡിഫ്രാക്ഷൻ പറയുമ്പോൾ, വാട്ട് ഈസ് ഡിഫ്രാക്ഷൻ? ഒരു ഒബ്സ്റ്റക്കിളിൽ തട്ടി ലൈറ്റ് ബെൻഡ് ചെയ്തു പോകുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിഫ്രാക്ഷൻ. പിടി കിട്ടിയോ? അപ്പം ഈ ഡിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ യങ്സ് ഇന്റർഫറൻസ് പ്രൂവ് ചെയ്യാൻ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ചെയ്ത പോലെ തന്നെ യങ്സ് ഡിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ് ചെയ്തത്. പിടി കിട്ടിയോ? അപ്പൊ ഈ സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്താന്ന് പറയാ, പേരിൽ തന്നെയുണ്ട്. ഇവിടെ എത്രയേ ഉള്ളൂ, ഇവിടെ ആകെ ഒരു സ്ലിറ്റേ ഉള്ളൂ, മറ്റേപോലെ 2 സ്ലിറ്റ് ഇല്ല. അതായത് ഒരു സോഴ്സിൽ നിന്നും എന്ത് ചെയ്യുന്നു, ലൈറ്റ് കടന്നു വരും. ഈ ലൈറ്റ് ഒരു സ്ലിറ്റേ ഉള്ളേ, ഈ സ്ലിറ്റ് കടന്നു വന്നിട്ട് ഇതിലെ ഓരോ പോയിന്റുകളും ഓരോ വേവ് ഫ്രണ്ട് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഓരോ വേവ് ഫ്രണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടുന്ന കേട്ടോ,
ആ ഒരു സോഴ്സിൽ തന്നെ ഓരോ വേവ് ഫ്രണ്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർഫിയർ ചെയ്താണ് നമുക്ക് ഡിഫ്രാക്ഷൻ കിട്ടുന്നത്. അതായത് ഇവിടെ ഓൾറെഡി ഇന്റർഫറൻസ് നടക്കുന്നുണ്ട്. ആ ഇന്റർഫറൻസ് നടക്കുന്നതിന്റെ ഭാഗമായി നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് ആണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഡിഫ്രാക്ഷൻ കിട്ടുമ്പോൾ കിട്ടുന്നത് എങ്ങനെയാ വെച്ചാൽ നമുക്ക് അവിടെ ഇന്റർഫറൻസ് കിട്ടിയത് എങ്ങനെയായിരുന്നു? എല്ലാ ബാൻഡുകളുടെയും വിഡ്ത് സെയിം ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല. അതായത് ഈ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ആയിരിക്കും. അതായത് സെന്ററിൽ ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ എന്ത് ചെയ്യുന്നു? ഇത് ഇതുപോലെ കുറഞ്ഞു വരും. ഇങ്ങനെയായിരിക്കും ഇതിന്റെ വേവ് കിട്ടുക. ഇങ്ങനെ കുറഞ്ഞായിരിക്കും പോവുക. പിടികിട്ടിയോ? കുറഞ്ഞായിരിക്കും പോവുക. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇത് കണ്ടോ സെന്ററിൽ ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കണോ? ഇതാണ് മാക്സിമം. അടുത്ത മിനിമം ചെറുതാണ്. ഇനി അടുത്ത മാക്സിമത്തിന്റെ വിട്ട് കണ്ടോ? വീണ്ടും കുറഞ്ഞു. ഇത് സെക്കൻഡറി ഇത് കുറഞ്ഞു. പക്ഷെ ഇത് അടുത്ത എന്ത് ചെയ്തു? ഈ ഡാർക്ക്നെസിന്റെ എന്ത് ചെയ്തു? മിനിമത്തിന്റെ വിട്ട് എന്ത് ചെയ്തു? കൂടി വന്നു. അതായത് സംഭവത്തേ ഉള്ളൂ. നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ ശരിക്കും ഈ സെന്ററിലായിരുന്നു കിട്ടേണ്ടത്. പക്ഷെ സെന്ററിൽ വരും ഈ ലൈറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്തു പോയി. ബെൻഡ് ചെയ്ത് പോകുമ്പോൾ സെന്ററിൽ മാക്സിമം ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കിട്ടും? ബ്രൈറ്റ്നസ് കിട്ടും. പക്ഷെ എൻഡിലേക്ക് പോകും തോറും എന്ത് സംഭവിക്കുക? ഇന്റൻസിറ്റി കുറഞ്ഞു വരും. ദാറ്റ് ഈസ് ഡിഫ്രാക്ഷൻ. അപ്പൊ സ്ട്രെയിറ്റ് കിട്ടുന്നതിന് പകരം നമുക്ക് അവിടെ ലൈറ്റിന് എന്താ കിട്ടിയത്? ഒരു ബെൻഡിങ് കിട്ടി. പിടികിട്ടിയോ? ബെൻഡിങ് കിട്ടി. ഇനി ഇവിടെ ബെൻഡിങ്ങിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ പറയാൻ ഒരുപാടുണ്ട്. നമ്മൾ അത്രയൊന്നും പോകുന്നില്ല. എങ്കിലും ജസ്റ്റ് ഇവിടെ ഒരു ആംഗിൾ വെച്ചിട്ടാണ് പറയുന്നത്. ഞാൻ ആംഗിൾ വെച്ച് പറഞ്ഞു തരാം. ഇവിടെ നോക്കിയേ, ഇതിങ്ങനെ ഡിഫ്രാക്ട് ചെയ്ത് പോകുമ്പോൾ സപ്പോസ് ഇതാണ് ആംഗിൾ തീറ്റ എന്നിരിക്കട്ടെ. ഓക്കെ, നമ്മൾ അപ്പുറത്ത് പഠിച്ച പോലെ തന്നെ ഇവിടെ മാക്സിമത്തിനും മിനിമത്തിലും, അതായത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറയുന്നത് അല്ലെ, ബ്രൈറ്റ്നസിനും ഡാർക്ക്നെസിനും കണ്ടീഷൻ ഉണ്ട്. ഡിഫ്രാക്ഷന്റെ കേസിൽ ഡാർക്ക്നെസിന്റെ കണ്ടീഷൻ ഞാൻ പറയാം, പഠിച്ചു വെച്ചോളുക. ഓക്കെ, ഡാർക്ക്നെസിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആംഗിളിലാണ് എല്ലാം പറയാം കേട്ടോ. ഡി സൈൻ തീറ്റ ഈക്വൽ ടു എൽ ലാംഡ ആയിരിക്കും. ഇതായിരിക്കും ഡി സൈൻ തീറ്റ ഈക്വൽ ടു എൻ ലാംഡ ആയിരിക്കും. ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. അതിൽ നിന്ന് നമുക്ക് സൈൻ തീറ്റ എല്ലാ ആംഗിളിലായിരിക്കും പറയാം. സൈൻ തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ലാംഡ ബൈ ടി എന്ന് എഴുതാം. ഇതായിരിക്കും ഏതിന്റെ കേസ് എന്ന് പറയുന്നത്? ഡാർക്ക്നെസിന്റെ കേസ് എന്ന് പറയുന്നത്. ഇനി ബ്രൈറ്റ്നസിന്റെ കേസ്, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇപ്പൊ ഡിസ്റ്റൻസിലാണ്, ഇപ്പൊ ഇത് ആംഗിളിലാണ്. സപ്പോസ് ഇത് ഡിസ്റ്റൻസിലാണ് കാണണമെങ്കിൽ നമുക്ക് ഈ എൻ ലാംഡ ബൈ ഡി എന്നുള്ളതുണ്ടല്ലോ, അതിനൊരു ക്യാപിറ്റൽ ഡി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡിസ്റ്റൻസിലാണ് പറയുന്നത്. ആംഗിളിലാണ് പറയുന്നതെങ്കിൽ ഇങ്ങനെ പറയണം, ഡിസ്റ്റൻസിലാണ് ഇങ്ങനെ പറയണം. അതവിടെ നിൽക്കട്ടെ. ഇനി നോക്കിയേ ബ്രൈറ്റ്നസ്, ഇത് കുറെ പറയണം, നമുക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നു കേട്ടോ. ഇനി നോക്കിയേ ബ്രൈറ്റ്നസ് ആണെന്ന് വെച്ചോ, ഇത് ഡാർക്ക്നെസിന്റെ കണ്ടീഷൻ. ഇനി ബ്രൈറ്റ്നസ് ആണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ ഇതാണ്, 2n+1 ലാംഡ ബൈ ഡി. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, 2n+1 ലാംഡ ബൈ ഡി ആണ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രൈറ്റ്നസിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. പിടികിട്ടിയോ? അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇവിടുത്തെ എന്ത് ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇത്ര മാത്രം ഓർത്തിരിക്കുക. ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ബെൻഡിങ് ഓഫ് ലൈറ്റ് ആണ്. ഡിഫ്രാക്ഷൻ പ്രൂവ് ചെയ്തത് യങ്സിന്റെ സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ്. ഡബിൾ സ്ലിറ്റ് അല്ല, സിംഗിൾ സ്ലിറ്റ്. ഡബിൾ സ്ലിറ്റ് വെച്ച് ഇന്റർഫറൻസ് ആണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സിംഗിൾ സ്ലിറ്റിൽ പറഞ്ഞ എന്താണ്? ഡാർക്ക്നെസിന്റെ ഇക്വേഷൻ നമ്മൾ അപ്പുറത്ത് ചെയ്തതുപോലെ തന്നെ കുറെ ഇക്വേഷൻ ഒക്കെ ചെയ്ത് കണ്ടുപിടിച്ച് വരുമ്പോൾ ഡാർക്ക്നെസിന്റെ ആംഗിളിലാണെങ്കിൽ ഡി സൈൻ തീറ്റ ഈക്വൽ ടു എൻ ലാംഡ എന്ന്, ബ്രൈറ്റ്നസ് ആണെങ്കിൽ 2n+1 ലാംഡ ബൈ ഡി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഈ കണക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് മിനിമം ഫോഴ്സ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ഓഫ് 30 ഡിഗ്രി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് മിനിമം എവിടെയാണ്? 30 ഡിഗ്രിയിലാന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞേ. ഫസ്റ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയേ, ആണല്ലോ നമ്മുടെ ഇക്വേഷൻ എന്താ? ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നെ ഇക്വേഷൻ എന്താ? ഡി ഈക്വൽ ടു, അതായത് ഡി സൈൻ തീറ്റ ഈക്വൽ ടു എൻ ലാംഡ. ഫസ്റ്റ് ആണ്, അപ്പൊ എൻ ഈക്വൽ ടു 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡി സൈൻ തീറ്റ ഈക്വൽ ടു ലാംഡ, അല്ലെങ്കിൽ സൈൻ തീറ്റ, അല്ലെങ്കിൽ ഡി അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ നോക്കിയേ, ഡി ഈക്വൽ ടു എന്ത് കിട്ടും? ലാംഡ ബൈ സൈൻ തീറ്റ എന്ന് കിട്ടും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. ലാംഡ എത്രയാ ക്വസ്റ്റിനെ തന്നിരിക്കുന്ന മക്കളെ? എത്രയാ ലാംഡ തന്നിരിക്കുന്നേ? നോക്കി, എത്രയാ? 650 നാനോമീറ്റർ. ആംഗിൾ എത്ര തന്നിരിക്കുന്നത്? 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റിനിൽ എന്ത് വരും? ഇവിടെ നമുക്ക് ലാംഡ തന്നിട്ടുണ്ട്, 650 നാനോമീറ്റർ ആണ് തന്നിരിക്കുന്നത്. തീറ്റ തന്നിരിക്കുന്നത് എത്രയാ? 30 ഡിഗ്രിയാണ്. ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടുന്നു കേട്ടോ. ഇതിന്റെ കുറെ തിയറി ഉണ്ട് പറയാം, നമുക്ക് അതിനുള്ള സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റിന് ഇക്വേഷൻ ഇട്ട് ഡയറക്റ്റ് ചെയ്ത് പോകുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നോക്കിയേ, ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ ഡിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡ നമുക്കറിയാം എത്രയാ? 650 ആണ്. ഡിവൈഡഡ് ബൈ സൈൻ എത്രയാ? 30 ഡിഗ്രിയാണ്. സൈൻ 30 എത്രയാ? 1/2 അല്ലേ? 650 ആണ്. നാനോമീറ്റർ ആണ്. നാനോമീറ്ററിനെ എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. അപ്പൊ എത്ര കിട്ടും? 650 × 10⁻⁻9 ഡിവൈഡഡ് ബൈ 1/2. അപ്പൊ എത്ര കിട്ടി പറഞ്ഞേ?
1000 ചെയ്യുമ്പോൾ 1000 2നെ മേലോട്ട് എടുക്കാമല്ലോ. അപ്പോൾ 1300 ഇൻറ്റു 10⁻⁻9 എന്ന് കിട്ടും. 1300 ഇൻറ്റു 10⁻⁻9. ഇതിനെ ഇപ്പം ഡി അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പം ഡി കിട്ടിയത് എത്രയാ? 1300 ഇൻറ്റു 10⁻⁻9 എന്ന് കിട്ടി. ഇതിനെ പവറിലേക്ക് ആക്കുമ്പോൾ നമുക്ക് 10 എങ്ങനെയാണ് -6ന്റെ രീതിയിൽ വരുമ്പോൾ 1.3 ഇൻറ്റു 10⁻⁻6 വരില്ലേ? -6 അത് എത്രയാ? നമുക്കറിയാം 1.3 മൈക്രോ മീറ്റർ എന്നറിയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? 1.3 മൈക്രോ മീറ്റർ എന്ന് കിട്ടി. അപ്പൊ നോക്കിയേ എന്താ ചോദിച്ചിരിക്കുന്നത് നമ്മളോട്? മ്യൂ എത്ര? മ്യൂ അല്ലേ ചോദിച്ചാൽ വാട്ട് ഈസ് ദ മിനിമം? ദ ഫസ്റ്റ് മിനിമം ഫോൾ ഈസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ 30 ഡിഗ്രി. അപ്പൊ ഡിയുടെ ഏത് വാല്യൂവിനാണ് 30 ഡിഗ്രി മിനിമം ഫോൾ അല്ലെ? അതായത് ഫസ്റ്റ് മിനിമം കിട്ടുന്നത് ഇത്. അതായത് ഡിഫ്രാക്ഷൻ ആംഗിൾ 30 ഡിഗ്രിയിലാണെങ്കിൽ നമ്മൾ ഈ 650 നാനോമീറ്റർ ഉള്ള ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചാൽ അവിടുത്തെ ഫസ്റ്റ് മിനിമം കിട്ടുന്നത് വാല്യൂ, അതായത് ഫസ്റ്റ് മിനിമം കിട്ടുന്ന ഡിയുടെ വാല്യൂ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. പിടി കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിയാടാ, രണ്ടാമത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് മിനിമം ആയിരുന്നു ആദ്യത്തെ കേസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് മാക്സിമം ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് മാക്സിമം കിട്ടുന്ന കേസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലെ? ഫസ്റ്റ് മാക്സിമം നോക്കിയേ. ഓക്കെ, ഇങ്ങോട്ട് ചെയ്യാം. ഫസ്റ്റ് മാക്സിമം നമ്മൾ ഫസ്റ്റ് മിനിമം ചെയ്തു. ഫസ്റ്റ് മാക്സിമത്തിന് നമുക്ക് എന്ത് പറയാം? ഡി സൈൻ തീറ്റ. ഓക്കെ, മാക്സിമം ആണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, ഡി സൈൻ തീറ്റ. നമ്മുടെ ഇക്വേഷൻ എന്താ? 2n+1 λ/2 അല്ലേ? ജനറൽ ഇക്വേഷൻ നിങ്ങളോട് പറഞ്ഞില്ലേ? 2n+1 λ/2 എന്ന് പറഞ്ഞായിരുന്നു അല്ലേ? മറ്റേതിന്റെ കേസിൽ എന്തായിരുന്നു? 2n+1, അതായത് അപ്പുറത്ത് നമ്മൾ ഇന്റർഫറൻസ് പഠിച്ചില്ല, അതിന്റെ തന്നെ പാറ്റേൺ ആണ്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും. ആദ്യത്തെ ഇക്വേഷൻ ശരിയാണ്, രണ്ടാമത്തേന് മാറ്റം വരും. നിങ്ങൾ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇവിടെ നമ്മൾ ആദ്യം ചെയ്ത ഏതാ? മിനിമത്തിന്റെ കണ്ടീഷനാ. എന്തായിരുന്നു? ഡി സൈൻ തീറ്റ ഈക്വൽ ടു n ലാംഡ. മാക്സിമത്തിലേക്ക് വരുമ്പോൾ അതെന്താവും? 2n+1 λ/2 എന്നാവും. പിടി കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഇതേ സംഭവം നമ്മൾ ഇതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തേ. ഒന്നാമത്തെ കേസല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തേതാണെങ്കിൽ n ഈക്വൽ ടു എന്ത് വരും? 1 വരുവല്ലേ? ഫോർ ദ ഫസ്റ്റ് മിനിമം എന്ത് വരും? നമ്മൾ വെച്ചിരിക്കുന്നത് എന്താ? ഫോർ ദ ഫസ്റ്റ് ബ്രൈറ്റ്നസ് അല്ലേ? ക്വസ്റ്റ്യൻ നോക്കിയേ, ഫസ്റ്റ് ബ്രൈറ്റ്നസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? മാക്സിമം അല്ലേ ചോദിച്ചിരിക്കുന്നത്? അപ്പൊ ഏത് വരും? n ഈക്വൽ ടു 1 അല്ലേ വരിക? ആണല്ലോ. അപ്പൊ ഫസ്റ്റ് വരുമ്പോ ഫസ്റ്റ് മാക്സിമം വരുമ്പോ നമുക്ക് ഡി ഈക്വൽ ടു എങ്ങനെ എഴുതാം? എന്നിന് എന്ത് കൊടുക്കണം? 1 എന്ന് കൊടുക്കണ്ടേടാ. എന്നിന് 1 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്നിന് 1 കൊടുക്കുമ്പോൾ 3 λ/2 അല്ലെ? സൈൻ തീറ്റ ഇവിടെ ഉണ്ട് അല്ലെ? ഇനി ദാറ്റ് ഈസ് ഡി ഈക്വൽ ടു എന്ത് കിട്ടും? 3 λ/2 സൈൻ തീറ്റ അല്ലെ? സൈൻ തീറ്റ എത്രയാ? നമ്മളോട് പറഞ്ഞ എത്രയാ? 30 ഡിഗ്രി എന്നാ പറഞ്ഞിരിക്കണേ. അപ്പൊ എന്ത് വരും? 3 ഇൻറ്റു വേവ് ലെങ്ത് എത്രയാ? നമുക്ക് 650 ഇൻറ്റു മീറ്ററിലോട്ട് മാറ്റുമ്പോൾ 10⁻⁻9 വരും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ തീറ്റ സൈൻ 30. ഇവിടെ കിട്ടിയോ? അപ്പൊ എന്ത് കിട്ടി മക്കളെ? 3 ഇൻറ്റു 650 ഇൻറ്റു 10⁻⁻9 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ 30യുടെ വാല്യൂ എത്രയാ? നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത് എത്രയാ? 1/2. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് സോൾവ് ചെയ്തേ. ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടും പറഞ്ഞേ? ഈ 2 ഇതെല്ലാം ക്യാൻസൽ ആയിപ്പോ 3 ഇൻറ്റു 650. അപ്പൊ എത്ര വരും? 1950 ഇൻറ്റു 10⁻⁻9 എന്ന് കിട്ടും. ഇങ്ങോട്ട് ചെയ്താ അല്ലെ? നിങ്ങൾക്ക് ഇവിടെ ചെയ്താൽ കാണത്തില്ലായിരിക്കുമല്ലോ. അപ്പൊ ഈക്വൽ ടു നമുക്ക് കിട്ടാം 1950 ഇൻറ്റു 10⁻⁻9 എന്നായിരിക്കും. 10⁻⁻9 0.6ലേക്ക് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1.95 ഇൻറ്റു 10⁻⁻6 എന്ന് എഴുതത്തില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1.95 മൈക്രോ മീറ്റർ. പിടി കിട്ടിയോ? ഓക്കെ ആണോ? ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ബേസിക് തിയറി ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഓടിച്ചു വിട്ട് പറഞ്ഞേ ഉള്ളൂ. ഇതിന്റെ കുറേ ഉണ്ട് തിയറി പറയാൻ. ആ തിയറി അത്രയും പറയാനുള്ള സമയം നമുക്ക് ഈ ലൈവ് സെഷനിൽ ഇല്ല. ആ 1 മണിക്കൂറുള്ളൂ. അപ്പൊ പെട്ടെന്ന് പറഞ്ഞു വിടണം. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിട്ടത്. ഓക്കെ, കുറെ പേർക്ക് മനസ്സിലായിട്ടില്ലാത്തവർക്ക് ഒന്നുകൂടെ റിവൈൻഡ് അടിച്ച് ജസ്റ്റ് പോയി ഒന്നുകൂടെ ഒന്ന് കണ്ടാൽ മതി. ബാക്കിലേക്ക് പോയി കണ്ടാൽ നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, അടുത്ത് നോക്കിയേ ഒരു ക്വസ്റ്റ്യൻ. ഇൻ ജനറൽ ദ ടേം ഡിഫ്രാക്ഷൻ ഈസ് യൂസ്ഡ്. എന്താണ് ഡിഫ്രാക്ഷൻ യൂസ് ചെയ്യുന്ന ടൈം? നമ്മൾ പറഞ്ഞു ഇൻ ജനറലി ഡിഫ്രാക്ഷൻ എന്താന്ന് പറഞ്ഞു? ബെൻഡിങ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞില്ലേ? എന്താണ്? ഒരു സിംഗിൾ സോഴ്സ്. ആദ്യത്തെ ഓപ്ഷൻ എന്താ? ഇഫ് സിംഗിൾ സോഴ്സ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ സ്കെലർ ആണോ? അല്ല. ഡിഫ്രാക്ഷൻ അതാണോ? അല്ല. ഇഫ് 2 സോഴ്സസ് ആർ ആഡഡ് ഓൾജിബ്രാക്കലി ആണോ? 2 സോഴ്സസ് ഓൾജിബ്രാക്കലി ആഡ് ചെയ്യുന്നതാണോ? അല്ല. നമ്മളിത് ഇന്റർഫറൻസിന്റെ കേസിലാണ് പറഞ്ഞത് അല്ലെ? ഇനി അടുത്ത് ഇഫ് 2 സോഴ്സസ് ആർ ആഡഡ് വെക്ടർലി ആണോ? വെക്ടർലി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് വെക്ടർലി? ഡയറക്ഷൻ ഉള്ള രീതിയിൽ അല്ലെ? മറ്റേ സ്കെലാർ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ഇല്ല, വാല്യൂ മാത്രമേ ഉള്ളൂ.
ഇനിയൊക്കെ ബെൻഡിങ് ഓഫ് വേവ്സ് അറൌണ്ട് ആൻ ഒബ്സ്റ്റക്കിൾ, അതല്ലേ ശരി. നമ്മൾ പറഞ്ഞ എന്താ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഒബ്സ്റ്റക്കിളിന് ചുറ്റും ലൈറ്റ് ബെൻഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ അല്ലെ, അതായത് ലൈറ്റ് ബെൻഡ് ചെയ്ത് വരുന്ന ആ പ്രോസസ്സിനെയാണ് സത്യത്തിൽ നമ്മൾ എന്തെന്ന് വിളിച്ചത്, ഡിഫ്രാക്ഷൻ എന്ന് വിളിച്ചത്. ശരിയാണോ? ഈ ഡിഫ്രാക്ഷൻ ഒക്കർ ചെയ്യുന്നതിന്റെ കണ്ടീഷൻ എന്താ, അത് ഓർക്കുന്നുണ്ടോ? എന്താണ് ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞത്? ഈ ഇൻസിഡന്റ് ചെയ്യുന്ന ആ ഒബ്സ്റ്റക്കിളിന്റെ വേവ് ഫ്രണ്ട് എന്ന് പറയും, വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കണം, കടന്നു വരുന്ന ലൈറ്റിന്റെ വേവ് ലെങ്തുമായിട്ട് കമ്പയറബിൾ ആയിരിക്കണം. കമ്പയറബിൾ ആണെങ്കിൽ മാത്രമാണ് അവിടെ എന്ത് നടക്കുള്ളൂ, ഡിഫ്രാക്ഷൻ നടക്കത്തുള്ളൂ. എല്ലായിടത്തും ഒന്നും എന്ത് ചെയ്യത്തില്ല, ഡിഫ്രാക്ഷൻ നടക്കത്തില്ല. അപ്പൊ ബെൻഡിങ് ഓഫ് വേവ്സ് അറൌണ്ട് ആൻ ഒബ്സ്റ്റക്കിൾ ആണ് എന്തെന്ന് പറയാം, ഈ ഡിഫ്രാക്ഷൻ എന്ന് പറയും. പിടികിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റൻ കൂടെ ചെയ്ത് നിർത്തിയാലോ, പെട്ടെന്ന് ഒരു ക്വസ്റ്റൻ കൂടെ ചെയ്യാം. ഓക്കെ, the angle between the axis of a polarizer and an analyzer is 45 degree. Write the ratio of their intensities of their original light and the transmitted light after passing through the analyzer. ഓക്കെ, പെട്ടെന്ന് ചെയ്യാവേ. ഇത് കൂടുതലായിട്ട് ഞാൻ തിയറി എന്ന് പറയുന്നില്ല, എങ്കിലും പോളറൈസേഷൻ എന്താന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്താം. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ചില ക്രിസ്റ്റലുകൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മുടെ ഈ ക്വാർട്സ് ഒക്കെ ഇല്ലേ, നമ്മൾ വാച്ചൊക്കെ കിട്ടുന്ന ക്വാർട്സ് പോലത്തെ ചില ക്രിസ്റ്റലുകളുണ്ട്. അതുപോലെയുള്ള ചില ക്രിസ്റ്റൽ, ഞാൻ ഇതിനെ വരയ്ക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല, ഞാൻ വരയ്ക്കുന്നതിന്റെ ഒരു പ്രത്യേകത ഉണ്ടാവും. ചില ക്രിസ്റ്റലിൽ കൂടി നമ്മുടെ വേവ് ഫ്രണ്ടിനെ കടത്തി വിടുമെന്ന് വെച്ചു. ഞാൻ മുമ്പേ പറഞ്ഞ അതേ പരിപാടി, നമ്മൾ അപ്പുറത്ത് ബ്രീസ്റ്റേഴ്സ് ലോ പറഞ്ഞില്ലേ, അത് തന്നെ പരിപാടി. ഇങ്ങനെ ഒരെണ്ണത്തിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇവന്മാര് ഇതെന്ത് ചോദിച്ചു ഇങ്ങനെയാന്ന് നിൽക്കുന്നു വെച്ചു. ഇതിപ്പോ ഒരു ക്രിസ്റ്റലാണ് ഞാൻ കാണിച്ചത്, ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവത്തിൽ കൂടെ ഞാനിത് ഈ പെണ്ണ് കൊണ്ടുവരുക, ഇത് ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ഡയറക്ഷനിലുള്ള പെണ്ണ് മാത്രമല്ലേ ഇതിനകത്തൂടെ കയറിപ്പോളൂ. ഇത് കിട്ടിയോ? ഇത് കണ്ടോ, ഈ പെണ്ണ് ഇതിനകത്തൂടെ മാത്രമല്ലേടാ കയറിപ്പോളൂ. പിടി കിട്ടിയോ? ഇങ്ങനെ വരുന്നത് കയറിപ്പോല. അപ്പൊ ഈ ലൈറ്റിനകത്ത് എന്തൊക്കെ ഉണ്ട്, ഇങ്ങനെ ഒരു കമ്പോണന്റ് ഉണ്ട്, ഇങ്ങനെ ഒരു കമ്പോണന്റ് ഉണ്ട്, ഇങ്ങനെ ഒരു കമ്പോണന്റ് ഉണ്ട്, ഇങ്ങനെയുണ്ട്. പിടി കിട്ടിയോ? അപ്പൊ കുറെ ഡയറക്ഷൻ ഉള്ളത് വന്നാൽ ഒരു ഡയറക്ഷൻ ഉള്ളത് മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ, ഇത് കയറിപ്പോളൂ. ഇതിനെയാണ് പോളറൈസേഷൻ എന്ന് വിളിക്കുക. അതായത് ക്വാർട്സ് ഒക്കെ പോലെയുള്ള ചില ക്രിസ്റ്റലുകളിൽ കൂടി ലൈറ്റ് കടന്നു പോകുമ്പോൾ അതിന് എന്ത് സംഭവിക്കും, പോളറൈസേഷൻ സംഭവിക്കും. അപ്പൊ ഈ കടന്നുപോയ ലൈറ്റ് നോക്കി, ഇതിന്റെ ഒരു ഡയറക്ഷനിലേക്കുള്ള വേവ് ഫ്രണ്ടിനെ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ, അകത്തേക്ക് കടത്തി വിടുള്ളൂ. പിടികിട്ടിയോ? അതായത് കടന്നു വരുന്ന ഇന്റൻസിറ്റി എന്ന് പറയുന്ന ഐ ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഇന്റൻസിറ്റി കുറഞ്ഞു, എന്തായി മാറി, ഇതിന്റെ പകുതിയെ കാണുള്ളൂ, I0 കിട്ടുള്ളൂ. ഇനി ഇതിന്റെ പേരാണ് അപ്പൊ എന്താന്ന് പറയുന്നത്, പോളറൈസർ. എന്താണ് വിളിക്കുക, പോളറൈസർ എന്ന് വിളിക്കുക. ഇനി ഇതുപോലെ തന്നെ ഒരു ക്വാർട്സ് ക്രിസ്റ്റലിനെ നമ്മൾ ഇവിടെ വെക്കും. ഇവിടെ വെക്കുമ്പോൾ എന്താ ഇതെന്ന് വെച്ചാൽ, ഇത് ഞാൻ ഇവിടെ പടത്തിൽ തന്നിട്ടുണ്ട്, ഇത് കണ്ടോ, ഇതാണ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, പടത്തിൽ തന്നിട്ടുണ്ട്. ഇത് അൺപോളറൈസ്ഡ് ലൈറ്റ്, ഇതാണ് പോളറൈസർ, ഇതാണ് അനലൈസർ. പോളറൈസ് ചെയ്ത് വിട്ട് ലൈറ്റിനെ പോളറൈസ് ചെയ്തോ എന്നറിയിക്കാനാണ് അനലൈസറിനെ വെക്കുക. ഈ അനലൈസറിനെ കുറച്ച് ചെരിച്ചായിരിക്കും വെക്കുക. ചെരിച്ച് വെക്കുമ്പോൾ എന്തെന്ന് അറിയോ, ഈ പോളറൈസ് ചെയ്ത് കടന്നു വന്ന ഒരു കമ്പോണന്റ് ആയിട്ടുള്ള ലൈറ്റ് ഇല്ലേ, അതിലും കുറച്ച് ഭാഗം മാത്രമേ അപ്പുറത്തോട്ട് പോകുള്ളൂ, കുറച്ച് ഭാഗം തടഞ്ഞു നിൽക്കും. അതാണ് അനലൈസർ. കൂടുതൽ ഒത്തിരി പറയാനുള്ള സമയം നമുക്കില്ല. അപ്പം ഒരു ഓർഡിനറി ലൈറ്റ് ചില ക്രിസ്റ്റൽസ്, അതായത് ടർമലൈന് അല്ലെങ്കിൽ ക്വാർട്സ് പോലത്തെയുള്ള ചില ക്രിസ്റ്റലിൽ കൂടി കടന്നു പോകുമ്പോൾ അവിടുത്തെ എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലെ എല്ലാ വെക്ടറുകളെ ഒന്നും എന്ത് ചെയ്യത്തില്ല, അത് കടത്തിവിടത്തില്ല. ഇതിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് വിളിക്കുക. അതായത് പോളറൈസേഷനിൽ ഒരു ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ I എന്ന് പറയുന്നത്, ഇന്റൻസിറ്റി എന്ന് പറയുന്നത്, അതിന്റെ ഇന്റൻസിറ്റി ഈക്വൽ ടു I0/2 cos square θ ആയിരിക്കും. I0 എന്ന് പറയുന്നത് ഇതിലേക്ക് കടന്നു വന്ന് നമുക്ക് മിച്ചം കിട്ടുന്ന ഇക്വേഷൻ ഇല്ലേ, ഇത് കണ്ടോ, നമ്മൾ I0 ലൈറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ പകുതി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇപ്പുറത്ത് വരുമ്പോൾ കിട്ടത്തുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്, I0/2 cos square θ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇവർ ഈ പറയുന്ന കണക്ക് ചെയ്യുന്നത്. ഈ കണക്ക് എങ്ങനെ ചെയ്യാം നിങ്ങളൊന്ന് പറഞ്ഞേ. അതായത് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ എന്താണ്, I = I0/2 cos square 45 ആണ്. ശരിയല്ലേ? ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ആക്സിസ് ഓഫ് പോളറൈസർ ആൻഡ് ദ അനലൈസർ, ആംഗിൾ തന്നിട്ടുണ്ട്, തീറ്റ എത്രയാണ്, 45 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ദ റേഷ്യോ ഓഫ് ദെയർ ഇന്റൻസിറ്റീസ് ഓഫ് ദെയർ ഒറിജിനൽ ലൈറ്റ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആഫ്റ്റർ പാസിംഗ് ത്രൂ ദ അനലൈസർ. ആദ്യം കൊടുത്ത ലൈറ്റും പുറത്ത് വന്ന അനലൈസറിന് ശേഷം ഇവിടെ വന്ന ലൈറ്റും തമ്മിലുള്ള റേഷ്യോ എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന ഇക്വേഷൻ I = എന്താണ്, I0/2 cos square 45 ആണ്. ശരിയല്ലേ? അപ്പൊ നോക്കിയേ, cos square 45ന്റെ വാല്യൂ ഒക്കെ നമുക്കറിയാം. എന്താണ് cos square 45 എന്ന് പറയുമ്പോൾ സ്ക്വയർ എടുക്കുമ്പോൾ 1/2 വരും. അപ്പൊ നോക്കിയേ, I0/2 × 1/2 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, I0 എന്ന് കിട്ടി മക്കളെ, 4 എന്ന് കിട്ടിയില്ലേ. ദാറ്റ് ഈസ് I0 എന്ന് പറയുന്നത് എന്ത് കിട്ടി, 1:, എന്താണ്, 4 അല്ലേ. അതായത് I നമുക്ക് എന്ത് കിട്ടി, I0/4 എന്ന് കിട്ടി അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, I/I0 എന്ന് പറയുന്നത് എന്തായിരിക്കും, 1/4 ആണ്. പിടി കിട്ടിയോ? അപ്പൊ ഓപ്ഷൻ എന്ത് വരും, 1:4 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞു വിട്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നത്. കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന്
പറഞ്ഞു പോയ കാര്യങ്ങൾ ഒന്ന് നോക്കുക. ഇവിടെ ഈ ലോ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ആകെ അതായത് നമ്മൾ ഇത് പോളറൈസേഷൻ പറയുകയാണെങ്കിൽ പോളറൈസേഷനിലെ ഇക്വേഷൻ ആണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പോളറൈസ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൊടുത്ത ഇൻപുട്ടിന്റെ പകുതി ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ആയിരിക്കും. ഇതാണ് നമ്മുടെ പോളറൈസേഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് വെച്ച് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആകെ ഈ ഇക്വേഷൻ മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ. ഇതിനാണ് ശരിക്കും ഈ പോളറൈസേഷനെയാണ് നമ്മൾ മാലൂസ് ലോ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് മാലൂസ് ലോ. ഓക്കെ, അപ്പം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന കുറെ അധികം എല്ലാ ഏരിയ കൂടെ ഓടി നടന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടെങ്കിലും ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു ലൈവ് സെഷനായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.